ഓം ശാന്തി. ബാബയുടെ രാവിലത്തെ മുരളി പിന്നീട് റിവിഷൻ ചെയ്യാൻ പറ്റിയോ? റിവിഷൻ ചെയ്തോ? ഓക്കെ, ഗുഡ്. എന്ത് ഫീൽ ചെയ്തു? ബാബയുടെ മുരളി റിവിഷൻ ചെയ്തപ്പോൾ എന്ത് ഫീൽ ചെയ്തു? ആരെ എക്സ്പീരിയൻസ് പറയും? ആർക്കെങ്കിലും ഷെയർ ചെയ്യണോ? എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണോ ബാബയുടെ മുരളിയുടെ ഇന്നത്തെ? ശാന്തി സിസ്റ്റർ. ഓം ശാന്തി. ഗുഡ് ഈവനിങ് സിസ്റ്റർ. നമ്മൾക്ക് പല സമസ്യകളും ഈ സമയത്ത് വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ എങ്ങനെയുള്ള ഭിന്ന ഭിന്ന പ്രശ്നങ്ങളായാലും വേണ്ടിയില്ല, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അത് ഉൾക്കൊണ്ട് നമ്മൾ അതിനു വേണ്ടി നമ്മൾ ആ ഭിന്ന ഭിന്ന ആയാലും നമ്മളത് എല്ലാവരും ഏകതയിലാകാൻ വേണ്ടി നമ്മൾ അതിൽ എന്ത് ചെയ്യണം? നമ്മുടെ ശക്തി സ്വരൂപമായി നമ്മൾ അതിനെ നേരിടണം. അല്ലാതെ ആവലാതി പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള ആ ഒരു മനസ്ഥിതി ഇനി മുതൽ നമ്മളിൽ നിന്ന് വരാൻ പാടില്ല. പിന്നെ എന്ത് വന്നാലും നമ്മളെ വിസ്താരത്തെ കൊണ്ടുപോകാതെ, എത്ര വലുത് വന്നാലും നമ്മളതിനെ ചെറുതാക്കി കൊണ്ടുവന്ന് നമ്മളിലുള്ളതാണ്, ഡ്രാമയിലുള്ളതാണെന്ന് വിചാരിച്ച് നമ്മളതിനെ നേരിടണം. അല്ലാതെ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് ഇരിക്കാൻ പാടില്ല എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി. വെരി ഗുഡ്. ശശിഭായി പറയൂ. സൗണ്ട് കട്ടായി പോണ്ടല്ലോ ബദ്രെ. സൗണ്ട് കിട്ടണില്ല ബ്രദറുടെ. കട്ടായി പോവാ. പറയൂ. ഓക്കെ. ഓം ശാന്തി സർ. അപ്പൊ ബാബായെ കിട്ടിയ അന്നു മുതൽ ഇന്ന് വരെ നമ്മളെ ഭാഗ്യത്തെ കുറിച്ച് ഓർക്കാൻ പറ്റി നന്നായിട്ടും. ജ്ഞാനത്തിൽ ബാബായെ കിട്ടിയ നമുക്ക് എന്താ പറയുന്ന എല്ലാം ഇന്ന് ബാബയെ ഓർപ്പിച്ചെന്ന് വെച്ചാൽ നമ്മളിൽ ഉണ്ടായ ഭാഗ്യങ്ങളെല്ലാം അന്ന് മുതൽ ഇന്ന് വരെയുള്ള ശരിക്കും അത് ഓർത്തു. ആ ഒരു അനുഭൂതിയാണ് ഇന്നത്തെ ദിവസം മൊത്തം നമുക്ക് ഉണ്ടായിരുന്നത് തന്നെ. അത് ഒരിക്കലും നല്ല ഉണ്ടായിരുന്ന മോനിപ്പം തന്നെ അവൻ തന്നെ കൃത്യമായിട്ട് കേൾക്കുന്നു. അതും വളരെ സന്തോഷമുള്ള കാര്യമാണ്. എഴുന്നായാലും ശരിക്കും അവന് കോഴ്സിൽ തന്നെ ഏറ്റവും നല്ല ഇപ്പം ശരിക്കും എന്തും പ്രസന്റ് ചെയ്യാൻ ശരിക്കും നല്ല പേപ്പറെ പ്രസന്റ് ചെയ്ത ദിവസവും അവൻ കൂളായിട്ടൊന്ന് മുരളി കേൾക്കുന്നുണ്ട്. ശരിക്കും എന്ത് സമസ്യ വന്നാലും എന്തും അവന് പരിഹരിക്കാൻ നല്ലൊരു ഇത് തന്നെയാ കിട്ടിയത്. നല്ലൊരു അനുഗ്രഹം തന്നെയാണ്. വെരി ഗുഡ്. വേറെ ആരെങ്കിലും പറയണോ ഇന്നത്തെ മുരളിയുടെ എക്സ്പീരിയൻസ്, പേഴ്സണൽ എക്സ്പീരിയൻസ്? കൈ ഉയർത്തു. ആര് പറയും? ഓം ശാന്തി. സുലോചന രവീന്ദ്രൻ പറയുന്നു സിസ്റ്ററെ. പറയും മാജി. ഓം ശാന്തി. ഓം ശാന്തി. പറഞ്ഞോളൂ, കേൾക്കണം. മഹാവീരനെ പോലെ പരിതസ്ഥിതികളിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തരണം ചെയ്യാൻ വേണ്ടി മഹാവീരനെ ജ്ഞാനവും യോഗവും രണ്ടിന്റെയും ഇതിലൂടെ നമ്മള് പരിതസ്ഥിതികളെ ആ പേപ്പർ പെട്ടെന്ന് തന്നെ സമസ്യകൾ വരുമ്പോൾ തന്നെ അതിനെ മറികടക്കാൻ കഴിയണം. സമയത്ത് ഫുൾ പാസ് ആവാൻ വേണം. കാരണം കാത്തു നിന്നിട്ടില്ല. അപ്പൊ ബഹുമതിയോടെ പാസ്സാകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വിശേഷിച്ച് സ്വയത്തെ ഈ എല്ലാത്തിനും സമ്പൂർണ്ണമാക്കാൻ നോക്കണം. അതായത് സംസ്കാരത്തിന്, നമ്മുടെ സംസ്കാരം, നമ്മുടെ സ്വഭാവം, ഗുണങ്ങളിൽ, ശക്തിയിൽ എല്ലാം നമുക്ക് കുറവുണ്ടാകാൻ പാടില്ല. എന്നാലും അത് സമ്പൂർണ്ണം എന്ന് പറയാൻ പറ്റും. അപ്പൊ നമ്മളെ കാത്തിക്കുന്ന നമ്മുടെ അടിത്തറയാണ്. അത് നമ്മുടെ അടിത്തറയാ കാത്തിക്കുന്ന പരിവർത്തനത്തിന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഇതിൽ കുറവുണ്ടാകാൻ പാടില്ല. ഓക്കെ. മിനിബൻ പറയൂ. മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. ഓം ശാന്തി സിസ്റ്റർ. ഞാൻ മുരളി ഇന്നലെ വൈകുന്നേരം ബാബയ്ക്ക് കത്തെഴുതുമ്പോൾ ഞാൻ എന്റെ 2 ക്വസ്റ്റ്യൻ മുരളിയിൽ അതിന് ആൻസർ കിട്ടണം എന്നോർത്ത് ബാബയുടെ മുമ്പിൽ എഴുതി. ഇന്ന് രാവിലെ ബാബയുടെ മുരളി കേട്ടപ്പോ എനിക്ക് വ്യക്തമായ ഒരു മറുപടി കിട്ടി. 2 ക്വസ്റ്റ്യനും ഏത് രീതിയിൽ ഞാൻ പോകണം എന്നുള്ള കറക്റ്റായ ഒരു മറുപടി എനിക്ക് അതിലൂടെ കിട്ടി. വളരെ സന്തോഷം. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓം ശാന്തി സിസ്റ്റർ. ഇനി ആരെങ്കിലും പറയണ്ടോ? ഓക്കെ, ഗുഡ്. ശോഭന ടീച്ചർ പറയും. പറയൂ ടീച്ചർ മാജി. ഓം ശാന്തി. ഓം ശാന്തി. 4 ഭാഗ്യത്തെ ബാബ തന്നു. 4 ഭാഗ്യം. അതെ. ശരീരം, മനസ്സ്, ധനം, ജനം.
ആ 4 ഭാഗ്യത്തെയും ഉപയോഗിക്കാൻ പറ്റുന്ന കുട്ടികളാണ് ഭാഗ്യവാന്മാര്. സമ്പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. ജീവിതത്തിൽ ധാരണ ചെയ്യണം. അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട്. വെരി ഗുഡ്. ഓക്കെ, അപ്പം ഇന്ന് നമുക്ക് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. പ്യൂരിറ്റി ഇൻ റിലേഷൻഷിപ്പ്, ബന്ധങ്ങളിലെ പവിത്രത. പവിത്രതയാണല്ലോ ബാബ നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഗിഫ്റ്റ്, ഗോഡ്ലി ഗിഫ്റ്റാണ് അല്ലേ? നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ബാബ ഇടയ്ക്കിടയ്ക്ക് മുരളിയിൽ പറയണത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. പ്യൂരിറ്റി ആണ് റോയൽറ്റി, പ്യൂരിറ്റിയാണ് നമ്മുടെ ഡിഗ്നിറ്റി. പ്യൂരിറ്റിയെക്കുറിച്ചുള്ള മുരളികൾ ബാബ ധാരാളം നമുക്ക് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട്. എന്താണ് പവിത്രത? അത് നിങ്ങൾ കുട്ടികൾക്ക് എല്ലാവർക്കും, പുതിയവർക്കും പഴയവർക്കും അനേകം മുരളികളിലൂടെ ലഭിച്ചിട്ടുണ്ട്. ബാക്കി പ്യൂരിറ്റിയുടെ മുരളികൾ ഇനിയും വരും. ഡെയിലി മുരളിയിലും ബാബ പവിത്രതയെക്കുറിച്ച് എന്തെങ്കിലും ഒരു മധുര മഹാവാക്യം പറയാതിരിക്കില്ല. അപ്പം അതെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ നമ്മുടെ പ്യൂരിറ്റിയുടെ ലെവലിനെ ഇൻക്രീസ് ചെയ്ത് നമുക്ക് പോകണം. ഇന്ന് നമുക്ക് വളരെ ബേസിക്കായിട്ടുള്ള 2-3 കാര്യങ്ങളാണ് വളരെ സൂക്ഷ്മത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പവിത്രത എന്ന വിഷയത്തിൽ, കാരണം നമുക്ക് ബാബയുമായിട്ട് നമ്മുടെ ബുദ്ധിയുടെ യോഗം, ബുദ്ധിയോഗമാണ് ഈശ്വരിലേക്ക് നമ്മൾ തൂക്കിയിടുന്നത്. അപ്പം മനസ്സും ബുദ്ധിയും പരമേശ്വരിൽ സമർപ്പിച്ച് ഈശ്വരനെ നമുക്ക് ഹൃദയത്തിൽ ഇരുത്തണം. ഹൃദയേശ്വരൻ എന്നല്ലേ പറയാം. അപ്പം ബാബയെ നമ്മുടെ ഹൃദയത്തിൽ ഇരുത്തണം എന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനം ഭക്തിയിലെ എന്ത് പറയും? ഈശ്വരന് വേണ്ടത് അല്ലേ? ഒരു ക്ഷേത്രം അല്ലെങ്കിൽ ഒരു പള്ളി എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം അവിടെ ശുദ്ധിക്കാണ് മഹത്വം. നമ്മൾ പോലും ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആദ്യം എന്താ ചെയ്യുക? കുളിച്ച് റെഡിയായി ശുദ്ധ വസ്ത്രം അല്ല, ശുദ്ധ അന്നം കഴിച്ചിട്ട് പോവില്ല. ശുദ്ധി 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 ശുദ്ധി. ശുദ്ധിക്ക് മഹത്വമുണ്ട്. കാരണം നമുക്കറിയാം ശുദ്ധിയുള്ളിടത്തെ ഈശ്വരൻ്റെ സാന്നിധ്യം ഉണ്ടാകുള്ളൂ. പക്ഷെ ബാബ ഇത്രത്തോളം പറഞ്ഞു, ഈശ്വരൻ മാത്രമല്ല, ഭഗവാൻ എന്താ പറയണേ? ശുദ്ധിയുള്ളിടത്തെ ശാന്തി ഉണ്ടാവുള്ളൂ, ശുദ്ധിയുള്ളിടത്തെ സുഖം ഉണ്ടാവുള്ളൂ. പവിത്രതയുണ്ടെങ്കിൽ സമൃദ്ധി ഉണ്ടാകുള്ളൂ, പ്രോസ്പെരിറ്റി ഉണ്ടാകുള്ളൂ. പീസ് അല്ലേ? പ്രോസ്പെരിറ്റി എല്ലാം, സുഖവും ശാന്തിയും സമ്പത്തിൻ്റെ എല്ലാം മാതാവാണ് പവിത്രത എന്നാണ് ബാബ എപ്പോഴും പറയാം. ബാബ അതുകൊണ്ടാണ് ഒരു വാക്ക് എപ്പോഴും ബാബയുടെ വരും, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ന്യാര ഓർ പ്യാര. അതാണ് പവിത്രതയുടെ ടോട്ടൽ എസൻസ് എന്ന് പറഞ്ഞാൽ അതാ, ന്യാര ഓർ പ്യാര. ഈ പദം ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറില്ലേ ബാബയുടെ? ബാബയുടെ യജ്ഞത്തിൽ നമ്മൾ പല മുരളിയിലൂടെ പല പദപരിചയങ്ങൾ നമുക്ക് കിട്ടും. അതിലൊരു വിശേഷ പദമാണ് ന്യാര പ്യാര, ലവ് ആൻഡ് ഡിറ്റാച്ച്മെൻറ്റ്. നിങ്ങൾ വളരെയധികം സ്നേഹികളുമായിരിക്കണം, സർവരുടെയും സ്നേഹിയായിരിക്കണം, പക്ഷേ സർവരിൽ നിന്നും നിർമോഹിയായിരിക്കണം. ഒരു അവ്യക്ത മുരളിയിലെ ബാബ പറഞ്ഞത് ഇതാണ്, ന്യാര പ്യാര. ഇതാണ് സത്യമായ യോഗിയുടെ ലക്ഷണം. ആത്മീയതയിൽ സഞ്ചരിക്കുന്ന, ആത്മീയ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു യോഗി സർവരുടെയും സ്നേഹിയായിരിക്കും, സർവരിൽ നിന്നും വേറിട്ടിരിക്കും. അതിനു വേണ്ടിയിട്ട് ബാബ പറഞ്ഞ ആ യോഗിയുടെ പ്രാക്ടീസ് എന്തായിരിക്കും? ഈ ലോകത്തിൽ, ഈ ശരീരത്തിൽ ഞാൻ ഒരു ഗസ്റ്റാണ്. ഈ ബോധത്തിലാണ് അവർ ജീവിക്കുക. അതുകൊണ്ട് അവർക്ക് സ്നേഹിയും നിർമോഹിയുമായിട്ടിരിക്കാൻ പറ്റും. അതാണ് യോഗി ജീവിതം. അതാണ് ശരിക്കും പ്യൂരിറ്റി പറഞ്ഞ. പ്യൂരിറ്റി എല്ലാവരെയും സ്നേഹിക്കാനും, പക്ഷെ എല്ലാവരിൽ നിന്നും വേറിട്ടിരിക്കാനും. എല്ലാവരെയും സ്നേഹിക്കണേ നമുക്ക് എന്ത് പ്രാക്ടീസ് ആവശ്യമുണ്ട്? അതിനാണ് അശരീരി സ്ഥിതിയുടെ അഭ്യാസം, ദേഹത്തുനിന്ന് വേറിടാനുള്ള അഭ്യാസം ബാബ പറയണം.
ആൾക്കാരിൽ നിന്ന് വേറിടാനല്ല പറയണ ബാബ, സ്വന്തം ദേഹത്തിൽ നിന്ന് വേറിടും. നമുക്ക് ദേഹത്തിൽ നിന്ന് വേറിട്ട് ഞാനൊരു ആത്മാവാണെന്ന അഭ്യാസം നമ്മൾ ചെയ്യുമ്പോൾ, ഈ പ്രാക്ടിക്കൽ ഞാൻ ശാന്തസ്വരൂപ ആത്മാവാണ് അല്ലെങ്കിൽ പവിത്ര ആത്മാവാണ് നമ്മൾ പറയുകയല്ല. ഞാൻ ദേഹത്തിൽ നിന്ന് വേറിട്ട ശുദ്ധ ആത്മചൈതന്യമാണെന്ന അഭ്യാസത്തിലൂടെ കിട്ടുന്ന അനുഭൂതി, അതാണ് നമ്മുടെ പ്യൂരിറ്റിയുടെ ലെവൽ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നത്, പവിത്രതയുടെ. ആ അഭ്യാസത്തിലൂടെ എന്താകും? നമ്മുടെ ദൃഷ്ടിയിലും വൃത്തിയിലും അല്ലേ, വ്യവഹാരത്തിലും എല്ലാറ്റിലും പരിവർത്തനം വരാൻ തുടങ്ങും. അവിടുന്നാണ് അൺകണ്ടീഷണൽ ലവ്, അതാണ് പ്യൂരിറ്റി. ഒരു വ്യവസ്ഥയും ഇല്ലാതെ നമുക്ക് സ്നേഹവും സഹയോഗവും കൊടുക്കാൻ കഴിയും. ഇന്നത്തെ മുരളിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ജനഭാഗ്യത്തെക്കുറിച്ച് ബാബ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞേ? ലൗകിക അലൗകിക ബന്ധങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ബാബ പറഞ്ഞു, എന്താ പറഞ്ഞത്? 95% നിന്നും നിങ്ങൾക്ക് സ്നേഹവും സഹയോഗവും കിട്ടണം. 5% പേര് ഒരുപക്ഷെ ഇപ്പോഴും നിങ്ങൾക്ക് പരീക്ഷയായിട്ടുണ്ടാകുമായിരിക്കാം. അത് 5%. പക്ഷേ ആ 5% പരീക്ഷകരായിട്ട് വരുന്ന ആത്മാക്കളെ പ്രതി പോലും നിങ്ങൾ ഇനിയും ശുഭഭാവനയും ശുഭകാമനയും വെച്ച് ആ 5% കൂടി അവരുടെ കൂടെയുള്ള കർമ്മത്തിൻ്റെ കണക്കുകളും കൂടി സെറ്റിൽ ചെയ്യണം എന്നാ പറഞ്ഞ ബാബ, അല്ലേ? അതായിരുന്നു ബാബ എന്ന് പറഞ്ഞതാണ് ബന്ധുഭാഗ്യത്തെക്കുറിച്ച് പറഞ്ഞ ബാബ. ലൗകിക കുടുംബാകട്ടെ അലൗകിക കുടുംബാകട്ടെ 95% നിന്ന് സ്നേഹം സഹയോഗം കിട്ടുക. അപ്പം 95% നിന്ന് സ്നേഹ സഹയോഗം എങ്ങനെ കിട്ടുക? 95% നിന്ന് സ്നേഹം സഹയോഗം കിട്ടണമെങ്കിൽ നമ്മൾ 100% പേർക്കും സ്നേഹവും സഹയോഗവും കൊടുക്കണം. അതാണ് പ്യൂരിറ്റി. ഫുൾ ഡേ, രാവിലെ മുതൽ വൈകുന്നവരെ നമ്മൾ നേരിട്ടും ഇൻഡയറക്റ്റായിട്ടും ആത്മാക്കളോട്, ഈ നാടകശാല പറഞ്ഞാൽ എന്താ? ആത്മാക്കളോടൊപ്പമുള്ള എനർജി എക്സ്ചേഞ്ചാണ് നടക്കണം, ആണല്ലോ. 2 കാര്യങ്ങളാണ്, ഒന്ന് ആത്മാക്കൾ, മറ്റൊന്ന് സാധനങ്ങൾ. സാധനങ്ങളെല്ലാം നമുക്കറിയാം ജഡവസ്തുക്കളാണ്. ഒരു എക്സ്ചേഞ്ച് നടക്കുന്നത് ആത്മാവും തമ്മിലാണ്. അതുകൊണ്ട് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എനർജി എക്സ്ചേഞ്ചാണ്. അതാണല്ലോ ഒരു ബന്ധം എന്ന് പറയുന്നത്, ഒരാത്മാവും അടുത്ത ആത്മാവും തമ്മിൽ. പക്ഷെ 2 ആത്മാക്കൾക്കിടയിൽ നമ്മൾ എനർജിയുടെ എക്സ്ചേഞ്ച് നടത്തുമ്പോൾ ബാബ എന്താ പറഞ്ഞേ? അതിൽ പ്യുവർ ഫീലിങ്സ് ആയിരിക്കണം നിങ്ങളുടെ. ഫീലിങ്സ് പോലും ഭാവം ഭാവന അല്ലേ? അതിനാണ് ബാബ പറയുന്നത് ഭാവം ഭാവന ദൃഷ്ടി വൃത്തി, ചിത്തവൃത്തിയിലുള്ള പ്യൂരിറ്റി. അത് നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഇത്രയും വിചാരിച്ചോളൂ. നമ്മളെല്ലാവരും, പ്രത്യേകിച്ച് നിങ്ങൾ മെജോറിറ്റി ഫാമിലിയിലുള്ളവരാ, നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിച്ച് പരിപാലിച്ച് വളർത്തുമ്പോൾ പോലും ബാബ പറയുന്നത് എന്താണ്? അവരുടെ ഉള്ളിൽ അവരുടെ സർവീസുകൾ നിങ്ങൾ ചെയ്യുമ്പോൾ പോലും അവർക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യും. ഒരു മാതാപിതാവ് ജീവിതം തന്നെ ഹോമിക്കുകയാണ് മക്കൾക്ക് മുന്നിൽ. പക്ഷേ ബാബ പറയണേ, നമ്മൾ ബാബയുടെ കുട്ടികളായി മാറിക്കഴിയുമ്പോൾ നമുക്കറിയാം അവർ നമ്മുടെ മക്കൾ മാത്രമല്ല, അവർ ബാബയുടെ മക്കളാണ്. അവർ ബാബയുടെ മക്കളാണ്. മോനാണെങ്കിലും ബാബയുടേതാണ്, മോളാണെങ്കിലും ബാബയുടേതാണ്. നമ്മുടെ ഉള്ളിൽ എപ്പോഴാണോ ഈ പ്യുവർ ഫീലിങ്സ് വരണേ, ഇതും ബാബയുടെ കുട്ടിയാണ്. ബാക്കി എല്ലാവരെയും നമ്മൾ ആത്മാക്കളായിട്ട് കാണും. പക്ഷെ സ്വന്തം വീട്ടിൽ സ്വന്തം മോനല്ലേ, സ്വന്തം മരുമകള്, നമ്മുടെ ഹസ്ബൻഡല്ലേ, നമ്മുടെ വൈഫ്, അവരെ പ്രതി നമുക്ക് എത്ര ആത്മഭാവം. ഞാനും നമ്മൾ ലോകത്തിലെ എല്ലാവരെ പ്രതി അപ്ലൈ ചെയ്യും. പക്ഷെ നമ്മുടെ കൂടെ നിരന്തരം ഇടപഴകുന്നവരെ പ്രതി കൂടുതൽ സമയം വ്യവഹാരം. അതൊന്ന് വീട്, മറ്റൊന്ന് നമ്മുടെ ജോലി സ്ഥലം. ഈ 2 സ്ഥലത്താണ് നമ്മൾ കൂടുതൽ സമയം വ്യവഹരിക്കണം. അവരെ പ്രതിയുള്ള എൻ്റെ ഫീലിങ്സ് എന്താണ്?
അത് പ്യുവറാണോ? അതാണ് പ്യൂരിറ്റി. ആ പ്യുവർ ഫീലിങ്സ്, പ്യുവർ നമ്മൾ അവർക്ക് വേണ്ടി സർവീസുകൾ ചെയ്യുമ്പോൾ പോലും ഇവരെനിക്ക് റിട്ടേൺ ചെയ്യും, വയസ്സാകുമ്പോൾ എന്നെ നോക്കും, വയ്യാതാകുമ്പോൾ എന്നെ നോക്കണമല്ലോ, ഇപ്പം ചെയ്തല്ലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ പ്രായമാകുമ്പോൾ ആരുണ്ടാവും, അതുകൊണ്ട് നമ്മളും ചെയ്യണമല്ലോ, നമ്മൾ ചെയ്താലല്ലേ നമുക്കും വേണ്ടുമ്പോൾ അവർ നമ്മളെ സഹായിക്കുള്ളൂ, അതിനുവേണ്ടി ഞാൻ ചെയ്യുകയാണ്. ബാബ പറഞ്ഞു ഇതൊരു ഇംപ്യൂർ ഫീലിംഗ് ആണ്. നിങ്ങൾ കണ്ടീഷൻ വെച്ച് ചെയ്യണം. അവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഉള്ളിൽ പ്യൂരിറ്റി ഇല്ല എന്നാ പറഞ്ഞ ബാബ. കാരണം നിങ്ങൾ തിരിച്ച് പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യണം. ആശയാണ് അവിടെ. എത്രത്തോളം ഡിസയേഴ്സ് നമ്മുടെ വർക്ക് ചെയ്യണോ, ആശ, ആഗ്രഹം, വേണമെന്ന ഇച്ഛ വെച്ചുകൊണ്ട് എനിക്ക് തരും, എന്നെ നോക്കണം എന്നാൽ ചോദിക്കും പിന്നെ നമ്മളെ നോക്കണം എന്നത് നമ്മളൊരു തെറ്റായ ആഗ്രഹമല്ലല്ലോ സിസ്റ്റർ എന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടാകും. പക്ഷേ ബാബ പറയുന്നത് എന്താണ്? ബാബയുടെ നോളജിൻ്റെ സൂക്ഷ്മവശത്തിലേക്ക് നമ്മൾ പോയാൽ ഫസ്റ്റ് നമ്മൾ കോഴ്സ് കേട്ടപ്പോൾ തന്നെ നമ്മൾ അറിഞ്ഞു ഞാനൊരു ആത്മാവ് ഈ ശരീരമാകുന്ന ഇന്ദ്രിയം ഉപയോഗിച്ച് എന്ത് കർമ്മ, ഈവൻ ബാബ എന്ന മുരളി പറഞ്ഞില്ലേ, നിങ്ങളൊരു സങ്കല്പത്തെ രചിച്ചാൽ പോലും അത് നിങ്ങളുടെ ഒരു കുട്ടിയെ പോലെയാണ്, രചനയാണ് നിങ്ങളുടെ. എന്ത് രചിച്ചോ അതിൻ്റെ ഒരു റിട്ടേൺ നമുക്കുണ്ട്. അപ്പം എന്ത് വിത്തിട്ടാലും നമുക്കതിൻ്റെ ഒരു റിട്ടേൺ കിട്ടും. കർമ്മത്തിന് ഫലമില്ല. അതുകൊണ്ടാണ് ഗീതയിൽ എത്ര സുന്ദര മഹാവാക്യ ഭഗവാന്റെ, കർമ്മം നിങ്ങൾ ചെയ്താൽ മതി, കർമ്മഫലത്തെക്കുറിച്ച് ഇച്ഛിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അപ്പം എല്ലാവരും ചോദിക്കും എന്താ ഭഗവാൻ ഇങ്ങനെ പറയണേ, കർമ്മഫലം ഇച്ഛിക്കാതെ ലോകത്താർക്കെങ്കിലും ജീവിക്കാൻ പറ്റും? അതിൻ്റെ പിന്നിലെ സീക്രട്ട് എന്താണ്? ബാബ എന്താ പറയണേ? നിങ്ങൾ ഇച്ഛിച്ചാലും ഇച്ഛിച്ചില്ലെങ്കിലും നിങ്ങൾ ചെയ്തതിന് ഫലമുണ്ട്. നിങ്ങൾ ഇച്ഛിക്കുന്നതല്ല കിട്ടണേ, പിന്നെയോ ഇച്ഛിക്കുന്നതുമല്ല കിട്ടണേ, ഇഷ്ടപ്പെടുന്നതുമല്ല കിട്ടണേ, പിന്നെയോ ചെയ്തതിനുള്ളത് കിട്ടും. ചെയ്തതിനുള്ളത് എന്തായാലും കിട്ടും. പിന്നെന്തിനാ ഇച്ഛിക്കുന്നത്? ഇച്ഛ വയ്ക്കുമ്പോൾ എന്താവും? ഇന്ന് ബാബ പറഞ്ഞില്ലേ, ഇച്ഛ വയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും? പേരും പ്രശസ്തിയും നിങ്ങൾ കഴിച്ചു എന്നൊരു സെൻറ്റൻസ് ഉണ്ടായിരുന്നില്ലേ ബാബയുടെ മഹാവാക്യം? നിങ്ങൾ ധനം കൊണ്ട് ധനഭാഗ്യം പറഞ്ഞപ്പോൾ ഓർമ്മയുണ്ടോ? ഇമ്പ്യൂരിറ്റി പറഞ്ഞതാണ് ബാബ. ഇമ്പ്യൂർ തോട്ട്സ് നമ്മുടെ. ഞാനാണ് ബാബയുടെ വീട്ടിലെ സേവ ചെയ്യണേ, അല്ലെങ്കിൽ നമ്മളൊരാൾക്ക് ഒരു സഹായം, നമ്മുടെ ഒരു ബന്ധുവിനാകട്ടെ, മിത്രത്തിനാകട്ടെ, അല്ലെങ്കിൽ പാവപ്പെട്ട ഒരാൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തു, ഞാനാണ് ഇവരെ സഹായിച്ചത്, ഞാനാണ് ഇവരുടെ കല്യാണം നടത്തി കൊടുത്തത്, ഞാനാണ് ഇവർക്ക് വീട് വെച്ച് കൊടുത്തത്, അല്ല ഞാനാണ് ഇവർ ആശുപത്രി കിടന്നപ്പോൾ അവർക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകാൻ പൈസ കൊടുത്തത്. ഇത് നമ്മൾ 10 ആളോട് പറഞ്ഞു അല്ലെങ്കിൽ അറിയിക്കാൻ നമ്മൾ ശ്രമിക്കണു. നമ്മൾ പുറമേ എന്ത് പറയും? അല്ലല്ല ഞാൻ ചെയ്തു എന്ന് പറയാനല്ല, പക്ഷെ ഞാനാ ചെയ്തേ. പുറമേ നമ്മൾ അതൊക്കെ പറയും, പക്ഷെ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ അകത്ത് ആ ഇൻറ്റൻഷൻ നമ്മുടെ പ്യൂർ അല്ല. നമുക്കൊരു ഇച്ഛയുണ്ട്, ഇവരറിയണം, ഇവരറിഞ്ഞിട്ടില്ലെങ്കിൽ ഇവരെ ഞാൻ അറിയിക്കണം. നിങ്ങൾ അറിഞ്ഞു എന്നൊക്കെ എനിക്ക് അറിയില്ല, എന്നാലും ഞാനാ ചെയ്തത്. അപ്പം നമ്മുടെ ഉള്ളിലെ ഇച്ഛകൾ ഇങ്ങനെ അല്ലേ? കാരണം ഇത് നമ്മൾ ബാബ പറയില്ലേ, നിങ്ങളുടെയും തെറ്റല്ല, 63 ജന്മം കൊണ്ട് ഇതാണ് സംസ്കാരം, 63 ജന്മത്തെ സംസ്കാരമാണ് അല്ലേ? അപ്പം അതുകൊണ്ട് ബാബ പറഞ്ഞതാ, ഞാനാണ് ഈ സേവ ചെയ്യുന്നത്, ഞാനിത്ര ചെയ്തു, അല്ലെ ഞാനിത് ചെയ്തത്. ഈവൻ ബാബ വീട്ടിലാണെങ്കിൽ നോക്കൂ, ഞാൻ ഭണ്ഡാരത്തിലിട്ടു, സിസ്റ്റർ അറിയുമോ ഞാൻ ഭണ്ഡാരിയിലിട്ടു എന്ന്? ഞാൻ ആർക്കാ സമർപ്പിച്ചത്? ഭഗവത് സേവയ്ക്ക്, ബാബയുടെ സേവയ്ക്ക് നമ്മൾ പറയും, പക്ഷെ ബാബയ്ക്കും അല്ല. ഞാൻ ആർക്ക് വേണ്ടിയാണ് സമർപ്പിച്ചത്? ഞാൻ ഭണ്ഡാരിയിലിട്ടത് എനിക്ക് വേണ്ടിയിട്ട്, എൻ്റെ ഡെപ്പോസിറ്റാണ് ഞാൻ ചെയ്തത്. സിസ്റ്റർക്കും അല്ല, ബാബയ്ക്കും അല്ല. പേര് നമ്മൾ ബാബ പറയും, പക്ഷെ ഡെപ്പോസിറ്റ് ഞാൻ ഈ ആത്മീയ ബാങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ബാബയുടെ ഭണ്ഡാരിയിലേക്ക് പോയി അർത്ഥം അല്ലേ, ഈ ബാങ്കിൽ ഡെപ്പോസിറ്റായി. ഒരാത്മാവിന് ഞാൻ സഹയോഗം, അത് മകനാകട്ടെ മരുമകൾക്കാകട്ടെ ആർക്കായിക്കോട്ടെ, ഒരു ആത്മാവിന് ഞാൻ കൊടുത്തു അർത്ഥം എന്താ? ഒരാത്മാവിന് ഞാൻ സ്നേഹവും സഹയോഗവും നൽകിയ അർത്ഥം എന്താണ്? ഈ ആത്മാവ് ഈ കർമ്മേന്ദ്രിയങ്ങളിലൂടെ ഒരു ശ്രേഷ്ഠ കർമ്മത്തിൻ്റെ വിത്ത് വിതച്ചു ആണല്ലോ. ആ വിത്ത് വിതച്ചു അർത്ഥം എന്താ? ഇവിടെ അതിൻ്റെ ഫലം
ഇവിടെ ആ ശ്രേഷ്ഠകർമ്മത്തിൻ്റെ ഒരു പതിപ്പുണ്ടാവുകയാണ് അല്ലേ. അതുകൊണ്ടാണ് ബാബ എന്ത് പറയണേ, ഇച്ഛയില്ലാതെ, യാതൊരു ഇച്ഛയും ഇല്ലാതെ നിങ്ങൾ കർമ്മങ്ങൾ അങ്ങോട്ട് ചെയ്തു പോയാൽ ബാബയുടെ ശ്രീമതപ്രകാരം പ്യുവർ ഇൻറ്റൻഷനോടുകൂടി, പ്യുവർ ഫീലിങ്സോടുകൂടി, അതിനാണ് ബാബ 2 വാക്കെപ്പോഴും പറയണത്, ശുഭഭാവനയും ശുഭകാമനയും വെച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കൂ. നിങ്ങൾ വിതയ്ക്കുന്നതിൻ്റെ എല്ലാം ഫലം നിങ്ങൾക്ക് കിട്ടും. അതാണ് പ്യൂരിറ്റി. അത് നമ്മൾ നമ്മുടെ വീടുകളിൽ നിന്ന് ആരംഭിക്കണം. വീട്ടിൽ ഫുൾ ഡേ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ നോക്കണം, നമ്മുടെ ഉള്ളിൽ എപ്പോഴെങ്കിലും കണ്ടില്ല ഈ വീട്ടിൽ ഞാൻ രാവിലെ തൊട്ട് എന്തെല്ലാം ചെയ്യണോ, എന്നിട്ട് ഇവർക്ക് വല്ലതും ചിന്തയുണ്ടോ ഞാനിവിടെ കിടന്ന് കഷ്ടപ്പെടണം. നിങ്ങൾക്ക് അവിടെ ഇരുന്ന് കാപ്പി ചായ ഓർഡർ ചെയ്താൽ മതിയല്ലോ. ആ ഒരു സങ്കല്പം, കാപ്പി ഉണ്ടാക്കുകയും ചെയ്യും, ഇത് ചിന്തിക്കുകയും ചെയ്യും. ഉണ്ടാക്കാതിരിക്കില്ല, ചെയ്യും കർമ്മം. പക്ഷെ ഉള്ളിലെന്താ, ഇവർക്ക് എന്തെങ്കിലും അറിയണം, ബുദ്ധിമുട്ട് അടുക്കളയല്ലേ. തോട്ട്സ് എന്താ ഉള്ളിൽ നടക്കണേ, എൻ്റെ ഫീലിങ്സ് എന്താ, വിചാരം എന്താണ്, അതിൽ ഇമ്പ്യൂരിറ്റി കടന്നുകൂടാണ്. കണ്ടില്ലേ, പേപ്പറും വായിച്ച് ഫ്രണ്ടിൽ കുത്തിയിരിക്കണം, എന്തെങ്കിലും വന്നൊന്ന് സഹായിച്ചു തന്നൂടെ. അപ്പം നമ്മുടെ ഉള്ളിൽ ഈ വ്യർത്ഥ സങ്കല്പങ്ങൾ സഹായിക്കുക, അത് ആത്മാവിന് ചെയ്യേണ്ട കടമയാണ്. ഒന്നുണ്ട് നമുക്ക് പറയാൻ, എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിഞ്ഞ് ചെയ്യാൻ അറിയില്ല. ചിലതുണ്ട് നമുക്ക് പറയേണ്ടി വരും. ഒരു തവണ പറയാം, അതിനുശേഷം ചെയ്തില്ലെങ്കിൽ ബാബ പറയും വിട്ടേക്കും. ജാനകി ദാദി ലാസ്റ്റ് പറയുമായിരുന്നു, ഒരു കാര്യം 2 തവണ മാക്സിമം, അത് കഴിഞ്ഞാൽ പറയരുത് പറയും ബാബ. അവർ ചെയ്യുന്നവരാണെങ്കിൽ 2ാമത്തെ തവണ ആവശ്യമില്ല, ചെയ്യുന്നവർക്ക് സൂചന മാത്രമേ ആവശ്യമുള്ളൂ, പറയേ പോലും വേണ്ട. പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ അത് മാനുഷികതയിലെത്തി, പറഞ്ഞിട്ടും ചെയ്യാത്തവർ. അതുകൊണ്ട് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മുടെ റിലേഷൻഷിപ്പിലെ പ്യൂരിറ്റി പറഞ്ഞാൽ ഇതാണ്, നമുക്ക് യാതൊരു തരത്തിലുള്ള ഇച്ഛയും കണ്ടീഷൻസും പ്രതീക്ഷകളും വയ്ക്കാതെ ഏതൊരാത്മാവിനും എനിക്ക്, അത് ലൗകികാകട്ടെ അലൗകികത്തിലാകട്ടെ, ഓരോ ആത്മാക്കൾക്കും ഓരോ സാഹചര്യത്തിലും ഞാൻ സഹയോഗം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അറിഞ്ഞുകണ്ട് നമ്മൾ ജോലി ചെയ്യുന്നിടത്താണെങ്കിലും ബോസ് നോക്കുകയാണെങ്കിൽ ചെയ്യാം, ബോസ് പറഞ്ഞാൽ ചെയ്തു കൊടുക്കും. പക്ഷെ സമയവും സന്ദർഭവും അനുസരിച്ച് നമ്മൾ എവിടെയാണെങ്കിലും ആവശ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം, അർഹതപ്പെട്ട സ്ഥാനങ്ങളിലെല്ലാം, അവശ്യ സന്ദർഭങ്ങളിൽ നമ്മളത് ചെയ്യുന്നുണ്ട്. ചിലരുണ്ടല്ലോ, മുതിർന്നവരാരാണോ, ബോസ് ആരാണോ, അവർ വരുമ്പോൾ ഒരു പണിയെടുക്കൽ, അവരങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിയുമ്പോൾ വേറൊരു പണിയെടുക്കൽ. ആരെ കാണിക്കാൻ നമ്മൾ ചെയ്യണം? അപ്പം എൻ്റെ അകത്തൊന്നാണ്, പുറത്ത് വേറൊന്നാ. ഇതിനെയാണ് ബാബ എന്ത് പറയണേ, അപവിത്രത. ഇന്നത്തെ നമ്മുടെ പ്യൂരിറ്റിയുടെ വിഷയം, ബാക്കി അഷ്ടശുദ്ധിയും ബാക്കി ശുദ്ധികളും അതെല്ലാം നിങ്ങൾ കോഴ്സിൽ കേട്ടതാണ്, ഡെയിലി ബാബയുടെ അടുത്ത് നിന്ന് മുരളിയിൽ നമ്മൾ കേട്ടുകൊണ്ട്. പക്ഷേ ബാബയുടെ മുരളിയിൽ ബാബ ഇപ്പം നമ്മൾ കുട്ടികളോട് പറയണേ, നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സുകളെ ചെക്ക് ചെയ്യൂ. ഇപ്പം അതിൻ്റെ ടൈമാണ്, കാരണം ലാസ്റ്റ് ടൈമായി. നമുക്ക് നമ്മുടെ സമ്പൂർണ്ണ സതോപ്രധാനതയിലേക്ക് പോകാനുള്ള ടൈമാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ നോക്കേണ്ടത്, ഇന്നലെ ഭാവനയുടെ പ്യൂരിറ്റിയെക്കുറിച്ച് പറഞ്ഞുവല്ലോ, അതേപോലെ നമ്മുടെ ഫീലിങ്സുകൾ നമ്മൾ നോക്കണം. ഇപ്പം നമ്മൾ പ്യൂരിഫൈ ചെയ്യേണ്ടത് അതാണ്. ഇത്രയും കൂടി ബാബ ഒരു മുരളിയിൽ ബാബയുടെ പ്യൂരിറ്റി ഇൻ റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ബാബയുടെ അവ്യക്ത മഹാവാക്യങ്ങൾ. ആ സമയത്ത് ബാബ ഇത്രത്തോളം പറഞ്ഞു, നോക്കൂ മക്കളെ, ഇപ്പോഴും നിങ്ങളുടെ ദേഹത്തിലേക്ക് ഒരാളുടെ ശ്രദ്ധ വരുന്നു എങ്കിൽ അതിൻ്റെ കാരണക്കാർ നിങ്ങളാണ്. നിങ്ങൾ നിങ്ങളുടെ ദേഹത്തിൽ അത്രയധികം കെട്ടപ്പെട്ടിരിക്കുകയാണ്, ശരീരബോധത്തിൽ. നിങ്ങൾക്ക് ശരീരബോധം അത്ര കൂടുതലായതുകൊണ്ടാണ് മറ്റുള്ളവരുടെ ദൃഷ്ടി നിങ്ങളുടെ ശരീരത്തിലേക്ക് വരുന്നത്. അതാണ് ബാബ പറയുന്ന പ്യൂരിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ബാബ ഓരോ 1 മണിക്കൂറിലും
ഒരു നിമിഷ നേരം ദേഹത്തുനിന്ന് വേറിടാനുള്ള അഭ്യാസവും അനുഭൂതിയും ചെയ്യൂ എന്ന് പറയണം. അതിലാണ് നമ്മുടെ പവിത്രത ഇൻക്രീസ് ആവുന്നത്. നമ്മുടെ ഫീലിങ്സുകളും ഭാവവും ഭാവനകളും ചിത്തത്തിലും വൃത്തിയിലെല്ലാം പ്യൂരിറ്റി ഉണ്ടാകണമെങ്കിൽ എല്ലാ 1 മണിക്കൂറിലും ബാബ ജസ്റ്റ് എ മിനിറ്റ് ട്രാഫിക് കൺട്രോൾ അതിനാ തന്നിരിക്കണം. ഞാൻ എത്രത്തോളം സ്വയം ഈ ദേഹത്തുനിന്ന് വേറിടുന്ന അഭ്യാസം നമ്മൾ ചെയ്യുന്നില്ലയോ? കാരണം പൊതുവെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ രാവിലെ മുരളി കേൾക്കും, അമൃതവേള ചെയ്യും, അല്ലെങ്കിൽ വൈകിട്ട് സന്ധ്യായോഗം ചെയ്യും. മുഴുവൻ പകൽ ദിവസത്തെ നമ്മുടെ കർമ്മയോഗി ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഫുൾ ഡേ നമ്മുടെ മേലെ അറ്റൻഷൻ വയ്ക്കില്ല. നമ്മുടെ ചിന്തകളുടെ മേലെ, നമ്മുടെ ഫീലിങ്സുകളുടെ മേലെ. എന്ത് ഫീലിങ്സാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ഇച്ഛകൾക്ക് ജന്മം കൊടുക്കണോ? ബാബ പറഞ്ഞേ ഇച്ഛകൾ ജനിച്ചുകൊണ്ടിരിക്കുന്നു. അർത്ഥം തന്നെ എന്താണ്? ഇച്ഛ അച്ഛാനിക്കും ബനായെങ്കിൽ എന്ന് ബാബ ഇടയ്ക്കിടയ്ക്ക് പറയും. നിങ്ങൾ ഒരിക്കലും നല്ലതാകാൻ, കാരണം ഇച്ഛ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഇമ്പ്യൂരിറ്റിയാണ്, ആഗ്രഹമാണ്. പ്രത്യേകിച്ചും ബാബയുടെ മധുര മഹാവാക്യത്തിൽ അവ്യക്തവാണിയിൽ ബാബ ഇതാണ് പറഞ്ഞത്, നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് സ്നേഹവും സഹയോഗവും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അതും ഒരു അശുദ്ധിയാണ്. കാരണം എന്താ കാരണം? എന്തുകൊണ്ടെന്നാൽ ബാബ മുരളിയിൽ പറഞ്ഞ ഇതാണ്, ലവ് ഈസ് ദ ലൈറ്റ് ഓഫ് ദ സോൾ. ആത്മാവിൻ്റെ വെളിച്ചം സ്നേഹമാണ്. നിങ്ങളതാണ്, നിങ്ങളുടെ പ്രകാശ സ്നേഹമാണ്. നിങ്ങൾ സ്നേഹത്തിൻ്റെ വെളിച്ചമാണ്. എന്നിട്ട് നിങ്ങൾ അത് മറന്നിട്ട് നിങ്ങളിപ്പോഴും അല്ലേ അവർ സ്നേഹം തരും, ഇവർ സ്നേഹം തരും. ഇനി നമ്മൾ ബാബയുടെ മക്കളായി കഴിയുമ്പോൾ അടുത്ത പ്രശ്നം നമ്മുടെ എന്താ? ശരി, ലൗകികത്തിൽ നിന്നുള്ളവരുടെ സ്നേഹത്തിൽ നമ്മൾ കുറച്ച് ഡിറ്റാച്ച്ഡ് ആക്കും. എന്നിട്ട് നമ്മുടെ ഇച്ഛകളെല്ലാം എവിടെ കൊണ്ടുവന്ന് വെക്കും? അലൗകികത്തിൽ വെക്കും. നമ്മുടെ ഫ്രണ്ടായ മാതാജി, ഫ്രണ്ടായ ഭായി, ആ മാതാജിയുടെ സ്നേഹം, ഭായിയുടെ സ്നേഹം, സിസ്റ്ററുടെ സ്നേഹം, സെൻറ്ററിലെ ഭായിയുടെ സ്നേഹം, സെൻറ്ററിലെ സിസ്റ്ററുടെ മാതാജിയുടെ സ്നേഹം, നമ്മുടെ പ്രായത്തിൽ ആരുടെ സ്നേഹം, അവരുടെ സ്നേഹം ഇനി അവർ തന്നില്ലാന്നിരിക്കട്ടെ. സെൻറ്ററിലെ സിസ്റ്ററുടെ മാതാജിയുടെ സ്നേഹം, നമ്മുടെ പ്രായത്തിൽ ആരുടെ സ്നേഹം, അവരുടെ സ്നേഹം ഇനി അവർ തന്നില്ലാന്നിരിക്കട്ടെ. സെൻറ്ററിലെ സിസ്റ്ററുടെ മാതാജിയുടെ സ്നേഹം, നമ്മുടെ എപ്പോഴാണോ നമ്മൾ ഈ രീതിയിൽ ഇച്ഛ, അപ്പം ബാബ പറയും നിങ്ങൾ ഇരുമ്പ് ചങ്ങല, ലൗകികത്തിൽ ഇരുമ്പ് ചങ്ങലയിലായിരുന്നു, ഇപ്പം നിങ്ങൾ വന്നിട്ട് സ്വർണ്ണ ചങ്ങലയിൽ കുടുങ്ങി, അത്രയുള്ള വ്യത്യാസം. എന്നിട്ട് നമ്മൾ കാരണം എന്താ പറയണേ? അതേ ആ മാതാജി ഉണ്ടല്ലോ, ആ ഭായി ഉണ്ടല്ലോ, ഞാൻ എന്ത് വിചാരിച്ചോ ഉടനെ എനിക്ക് സഹായം ചെയ്തു തരുന്നുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് അവരെ ഇഷ്ടമാണ്. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ശരീരം കൊണ്ട് എനിക്കവരെ ഇഷ്ടമാണ്. അവരെന്നെ അറിഞ്ഞ് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ തോന്നലുകളെക്കുറിച്ച് ബാബ പറഞ്ഞ് ഇതെല്ലാം കാമവികാരത്തിൻ്റെ അംശമാണെന്നാണ് പറഞ്ഞ ബാബ. കാമനയാണ് നിങ്ങളുടെ എല്ലാ കാമനകളും കാമവികാരത്തിൻ്റെ അംശം എന്നാണ് പറയണ ബാബ. അതുകൊണ്ടാണ് ബാബ ഇതിനെ ഇമ്പ്യൂരിറ്റി എന്ന് പറയണം. അതുകൊണ്ടാണ് ഇതിനെ അപവിത്രത പറയാൻ കാരണം, അശുദ്ധി എന്ന് പറയാൻ കാരണം. പക്ഷെ ഇത് നമ്മൾ മറന്നു പോവാണ്. ഈ ആത്മാവ് നിമിത്തം എനിക്ക് സഹായം തന്നത് ഭഗവാനാണെന്ന് നമ്മൾ മറക്കാണ്. ബാബയുടെ ചിത്രം മറന്നിട്ട് നമ്മുടെ മുന്നിൽ ആരുടെ ചിത്രം വരികയാണ്? ആ ഭായിയുടെ ചിത്രം വരികയാണ്, ആ മാതാജിയുടെ ചിത്രം വരികയാണ്, ആ സിസ്റ്ററുടെ ചിത്രം വരികയാണ്. എന്നിട്ട് നമ്മൾ ആ മാതാജിയായിട്ട്, ആ ഭായിയായിട്ട്, ആ സിസ്റ്ററുമായിട്ട് അറ്റാച്ച്ഡ് ആവുകയാണ്. ഒരു ഭായിക്കും ബാബ ഇടയ്ക്കിടയ്ക്ക് പറയും, ഒരു ഭായിക്ക് തരാം, രചനയ്ക്ക് തരാൻ പറ്റില്ല. രചനയ്ക്ക് തരാൻ രചയിതാവിനെ കഴിയുള്ളൂ. നിങ്ങൾക്ക് തോന്നുകയാണ് ഇവർ തന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ മുട്ടുസൂചിയുടെ സഹായം പോലും എവിടുന്നെങ്കിലും കിട്ടുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ആര് നിമിത്തം കിട്ടിയ അവരോട് നമ്മൾ കൃതാർത്ഥരായിരിക്കണം, നന്ദിയുള്ളവരായിരിക്കണം, റെസ്പെക്റ്റ് ഉണ്ടായിരിക്കണം, സ്നേഹം ഉണ്ടായിരിക്കണം. പക്ഷെ അതെന്താകരുത്? അതൊരു ഒട്ടിപ്പിടുത്താക്കരുത്. അതാണ് ഇമ്പ്യൂരിറ്റി. പിന്നെ ഞാൻ അവരുടെ കൂടെ അവരുണ്ടെങ്കിലേ എനിക്ക് സേവച്ചില്ല, അങ്ങനെയല്ല. എനിക്ക് ഇന്നാളുടെ കൂടെ ആണെങ്കിൽ ഞാൻ സേവയ്ക്ക് പോവാം, ഇന്നാൾ കൂടെ ഉണ്ടെങ്കിലേ ഞാൻ ക്ലാസ്സിൽ പോവുള്ളൂ, അവരുടെ കൂടെ ഇരുന്ന് മുരളി കേട്ടാലേ എനിക്കൊരു സുഖം ഉണ്ടാവുള്ളൂ, അവരുടെ കൂടെ പോയാലേ എനിക്ക് സേവ ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഉള്ളൂ.
അവരുണ്ടെങ്കിൽ ഞാൻ മധുവൻ പോവാം. ആരുടെ കമ്പനിയിലാണ് നമ്മൾ പോണേ? ആരെയും നമ്മൾ കമ്പനിയാക്കണേ? നമ്മളെന്താ പറയണേ? ബാബയാണ് എൻ്റെ സർവ ബന്ധു. മനസ്സിലായി? സർവസംബന്ധവും പരമാത്മാവിൻ്റെ. പക്ഷെ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് നോക്കൂ, ഞാൻ ആരെയെ വച്ചിരിക്കണേ? സംഗം യുഗത്തിൽ മാത്രമാണ് പിതാ പരമേശ്വരനെ സർവസംബന്ധത്തിൽ നമുക്ക് കിട്ടണേ. പറയും നമ്മൾ ബാബ ആണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ സ്ഥാനത്ത് വെച്ചിരിക്കുന്നത് ആരെയാണ്? ഇപ്പോഴൊരു വിഷയം വരുമ്പോൾ നമുക്ക് ആരെയാ ഓർമ്മ വരണേ? ആദ്യം ഞാൻ ആരോടാ ഷെയർ ചെയ്യണേ? അതൊരു സന്തോഷത്തിൻ്റെ വർത്തമാനമാണെങ്കിലും ഒരു സന്താപത്തിൻ്റെ കാര്യമാണെങ്കിലും എൻ്റെ ജീവിതത്തിൽ വന്ന എനിക്ക് ആദ്യം ആരെയാ മനസ്സിൽ ഓർമ്മ വരണേ? ഇത് നിങ്ങൾ എഴുതി വയ്ക്കൂ, ഡെയിലി ചെക്ക് ചെയ്യൂ. ഒരു വിഷയം വരുമ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ ഇവിടെ മനസ്സിനെ ഒരു വൃത്തത്തിൻ്റെ ഉള്ളിൽ വരയ്ക്കുകയാണെങ്കിൽ ആദ്യത്തെ സർക്കിളിൽ ആരാ വരണേ? എനിക്ക് എപ്പോഴും ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ പറയും ബാബ എന്ന്. പക്ഷെ അതല്ല, മേലെ മേലെന്ന് ബാബ എന്ന് പറയണല്ല. ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളെ ചെക്ക് ചെയ്യും. നോളജ് കൊണ്ട് നമുക്കറിയാം ആദ്യം ഓർമ്മ വരേണ്ടത് ബാബയാണ്. അതാണ് സത്യം എന്ന് നമുക്കറിയാം. പക്ഷെ പ്രാക്ടിക്കലി ഇപ്പം എന്താ നടന്നുകൊണ്ടിരിക്കണം? ഇതാണ് നമ്മൾ നോക്കേണ്ടത്. സിസ്റ്റർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കും, ചിന്തിച്ചുകൊണ്ടിരിക്കും. ഏത് കാര്യം വരുന്ന സമയത്ത് ആദ്യം എനിക്ക് ആരുടെ ഓർമ്മ വരിക? അത് വിഷയം എന്താകട്ടെ. ബാബ പറയില്ലേ, ബാബയുടെ ഓർമ്മ ഫസ്റ്റ് സർക്കിളിൽ ബാബ വരുന്നു എങ്കിൽ സദാ, ചെറിയ കാര്യത്തിലാണെങ്കിലും വലിയ കാര്യത്തിലാണെങ്കിലും, എന്ത് കിട്ടുമ്പോഴും എൻ്റെ ഹൃദയം മന്ത്രിക്കുന്നുണ്ടോ? താങ്ക് യു ബാബ. എന്താകട്ടെ, ചെറുതായിക്കോട്ടെ, പ്രാപ്തി എത്ര ചെറുതായിക്കോട്ടെ, അതോ എൻ്റെ മനസ്സിൽ അവരാണോ പതിയുന്നത്? ആ സാധനം അല്ലെങ്കിൽ ആ വസ്തു അല്ലെങ്കിൽ ആ പ്രാപ്തി കൊണ്ടുതരാൻ ഏത് വ്യക്തിയാണോ നിമിത്തായത് അവരെയാണോ ഞാൻ എടുത്ത് ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കണേ? അത് ഹൃദയേശ്വരൻ്റെ പ്രതിഷ്ഠയാണോ ഇവിടെയുള്ളത്? ഞാൻ എവിടെയാണ് ഒട്ടിപ്പിടിച്ചിരിക്കണം? അതാണ് പ്യൂരിറ്റി. മേലെ മേലെന്ന് നമ്മൾ ജ്ഞാനം ബാബയുടെ കേൾക്കുമ്പോൾ നമുക്ക് ജ്ഞാനം കൊണ്ടറിയാം. ജ്ഞാനം കൊണ്ടറിയുന്നത് തന്നെയാണല്ലോ എൻ്റെ യോഗി ജീവിതത്തിലും. അതുകൊണ്ടാണ് ബാബ എപ്പോഴും പറയണ, മക്കളെ ദിമാഗ് വാലകളാകരുത്, നിങ്ങൾ ദിൽവാലകളായിരിക്കണം. ബുദ്ധിയിൽ കിട്ടിയ ജ്ഞാനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒഴുകിയാലേ അല്ലേ ഹൃദയത്തിൽ എന്ത് വരുള്ളൂ? പ്യൂരിറ്റി വരുള്ളൂ. എന്ത് സാധനം കാണുമ്പോഴും ഫോണ്, ഈവൻ നമുക്കിപ്പോൾ ക്ലാസ് കേൾക്കാൻ ഫോണുണ്ട് കയ്യിൽ, സൗകര്യമുണ്ട്, സൂമിൽ കേൾക്കാൻ പറ്റണോ? ഇതെൻ്റെ മോൻ വാങ്ങി തന്നതാ, ഇതെൻ്റെ മോള് ദുബായിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാ. ഓരോ തവണ എടുക്കുമ്പോഴും എനിക്കിതാണ് ഓർമ്മ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരായിരിക്കും കൊണ്ടു തന്നത്, അവരായിരിക്കും വാങ്ങി തന്നത്. പക്ഷെ എനിക്കിത് തന്നെയാണ് ഓർമ്മ വരുന്നതെങ്കിൽ എന്താ എൻ്റെ പ്യൂരിറ്റിയുടെ ലെവല്? എന്താ എൻ്റെ റിലേഷൻഷിപ്പ്? മോനാകട്ടെ മോളാകട്ടെ, മോൻ വഴി മോള് വഴി ആ ഫോൺ എനിക്ക് ആരെ കൊണ്ട് തന്നേ? നമ്മൾ പോസ്റ്റ്മാനെ മാത്രമേ കാണുന്നുള്ളൂ, പൈസ അയച്ചാലേ കാണുന്നില്ല. പോസ്റ്റ്മാൻ കൊണ്ടു തന്നതുകൊണ്ട് പോസ്റ്റ്മാൻ്റെ ചിത്രം പതിഞ്ഞിരിക്കണേ. പോസ്റ്റ്മാൻ്റെ ചിത്രമാണ്. ധാരാളം പോസ്റ്റ്മാൻമാരുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ബ്രഹ്മ ബാബ ഈ കാര്യത്തിൽ ഇത്രയും സ്ട്രിക്റ്റ് ആയിരുന്നു, ബാബയുടെ പ്യൂരിറ്റിയുടെ ലെവൽ ഇത്ര ഉയർന്നതായിരുന്നു. ചില കുട്ടികൾ ബാബയുടെ അടുത്ത് വരുമ്പോൾ ബാബ സ്വന്തം കൈകൊണ്ട് സ്വെറ്ററുകളൊക്കെ തുന്നിയിട്ട്, മധുബൻ നിങ്ങൾക്കറിയാമല്ലോ, തണുപ്പല്ലേ, അവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗമുള്ള സാധനം സ്വെറ്ററും ഷാളാണ്. ചില അമ്മമാരൊക്കെ വളരെ സ്നേഹത്തോട് സ്വന്തം കൈകൊണ്ട് സ്വെറ്റർ ഉണ്ടാക്കിയിട്ട് ബാബയുടെ പാകത്തിന്, ബ്രഹ്മ ബാബയുള്ളപ്പം ബാബയുടെ പാകത്തിനുള്ള സ്വെറ്റർ തുന്നിക്കൊണ്ടുപോയി കൊടുക്കും. ബാബ ഇത് ബാബ തന്നെ ഇടണം കേട്ടോ പറയും. ബാബ അവരുടെ മുന്നിൽ അവരെ സന്തോഷിപ്പിക്കാൻ തീർച്ചയായിട്ടും ഇട്ട് കാണിക്കും. ബാബ നന്നായിട്ടുണ്ട് കുട്ടി, ബാബയുടെ പാകത്തിന് തുന്നിയതാണ് എല്ലാം പറയും. അവർ പോയി കഴിയുമ്പോഴേക്കും ബാബ അതഴിച്ചു വെച്ച് ആ പാക്കറ്റ് അവിടെ തന്നെ ഉണ്ടാവും ബാബയുടെ അടുത്ത്.
അതിനുശേഷം ആരാണോ ബാബയെ കാണാൻ വരുന്നത് അന്നത്തെ ദിവസം ആര് വരുന്നോ അവർക്ക് ബാബ അത് ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടോ? കാരണം എന്താ? ബാബ ഇടയ്ക്കിടയ്ക്ക് മുരളി പറയാറില്ലേ, ആ കുട്ടി സ്വെറ്റർ ഇത് ബാബയ്ക്കായി ഞാൻ തുന്നിയതാണെന്ന് പറഞ്ഞത് എടുത്തിട്ടാൽ ആ സ്വെറ്റർ ഇടുമ്പോഴൊക്കെ എനിക്ക് അവരുടെ ഓർമ്മ വരും. പക്ഷെ എനിക്ക് സ്വെറ്റർ, ബാബയ്ക്ക് സ്വെറ്റർ വേണമെങ്കിൽ ബാബ എന്ത് ചെയ്യും? യജ്ഞത്തിലെ സ്റ്റോറിൽ പോയിട്ട് സ്റ്റോർ കീപ്പറുടെ കയ്യിൽ നിന്ന് ബാബയ്ക്കുള്ള ഷോളും സ്വെറ്ററും വാങ്ങും. അപ്പം അത് ശിവൻ്റെ ഭണ്ഡാരിയിൽ നിന്നാണ് കിട്ടണേ. ഇന്നലെ ബാബ പറഞ്ഞില്ലേ, ഇന്നലെ മുരളി പറഞ്ഞേ, ഭഗവാന്റെ ഭണ്ഡാരവും ഭണ്ഡാരിയും. ഈശ്വരൻ്റേതാണ് പേഴ്സ്, ഈശ്വരൻ്റേതാണ് അടുക്കള. അതാണ് പ്യൂരിറ്റി. എൻ്റെ പേഴ്സല്ല, ബാബയുടെ പേഴ്സിൽ നിന്നാണ് ഞാൻ എടുത്ത് ചിലവാക്കണേ. എൻ്റെ പോക്കറ്റല്ല, എൻ്റെ ഡെപ്പോസിറ്റ് അല്ല. അതെല്ലാം ഞാൻ ബാബയുടേതാക്കിയെങ്കിൽ ഞാൻ എൻ്റെ എന്നുള്ളത് അല്ലേ, ഞാൻ ആത്മാവെന്നതിലേക്കും എൻ്റെ എന്നുള്ളത് ബാബ എന്നതിലേക്കും ഞാൻ പരിവർത്തനപ്പെടുത്തിയെങ്കിലാണ് പ്യൂരിറ്റി അവിടെ നിന്നാണ് ആരംഭിക്കുക. അതാണ് പ്യൂരിറ്റി. ഞാൻ വരുന്നിടത്തെല്ലാം പിന്നെ എന്തേ ഉള്ളൂ? സമാനസഹിതമായ സെൽഫ് റെസ്പെക്റ്റോടു കൂടിയ ആ മതിപ്പ് നമുക്ക് നമ്മളെ പ്രതി ഉണ്ടാക്കാം. അതാണ് പ്യൂരിറ്റി. എല്ലാറ്റിലും ബാബ ഉള്ളില് മേലെ നമുക്കറിയാം ബാബയുടേതാണ്. പക്ഷെ ഓരോന്നും എടുത്ത് ഉപയോഗിക്കുമ്പോൾ ഫുൾ ഡേ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു അപ്പോഴൊക്കെ നമ്മളെ സൂക്ഷ്മത്തിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. എൻ്റെ ഉള്ളിലെ ഫീലിങ്സ് എന്താ, ഇതിലൊക്കെ എനിക്ക് ബാബയെ കാണാൻ പറ്റുന്നുണ്ടോ? അതുകൊണ്ടാണ് ഒരു സുന്ദര ഉദാഹരണം പ്യൂരിറ്റി, ഭഗവാനുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ, ആത്മാക്കളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ പ്യൂരിറ്റിയെക്കുറിച്ച് ശാസ്ത്രത്തിൽ പറയില്ലേ, ഹനുമാൻ സീത കൊടുത്ത മാലയാണ്. എന്നിട്ട് എന്ത് ചെയ്തു? ഇത്രയും വില പിടിച്ച രത്നഹാരം കൊടുത്തപ്പോൾ ഹനുമാൻ എന്താ ചെയ്തേ? ഓരോ മുത്തും പൊട്ടിച്ചു നോക്കുകയാണ്. കടിക്കും പൊട്ടിക്കും നോക്കും. ഇതിൽ രാമനില്ല. രാമനുണ്ടോ ഈ മുത്തിൽ? രാമനില്ലാത്തതൊന്നും എനിക്ക് വിലയില്ല. എല്ലാവരും ചോദിച്ചു, നീ എന്താ ഈ കാണിക്കണേ? സീതാദേവി തന്ന ഹാരം, അതിലെ മുത്തുകൾ ഇത്രയും വില പിടിച്ച രത്നക്കല്ലുകൾ ഇങ്ങനെ പൊട്ടിച്ചു കളയേ? ഞാൻ ഈ രത്നങ്ങൾക്കുള്ളിലൊക്കെ രാമനുണ്ടോ എന്ന് നോക്കുക. എനിക്കിത് സീതാദേവി തന്നതൊന്നല്ല, ഇതിൽ രാമനെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ? രാമനെ കാണാൻ പറ്റുന്നതിൽ മാത്രമേ വാല്യൂ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ബാബയുടെ മക്കള് വളരെ സൂക്ഷ്മത്തിൽ നമ്മുടെ ടോട്ടൽ ലൈഫിൽ നമ്മൾ നോക്കണം. അത് വസ്തുവാണെങ്കിലും വ്യക്തിയാണെങ്കിലും. വീട്ടിൽ നിന്ന് ആരംഭിക്കൂ. ഓരോരുത്തരെ കാണുമ്പോഴും എൻ്റെ ഉള്ളിലെ ഫീലിങ്സുകൾ എന്താ, ഓരോരുത്തരോടൊപ്പം ഇടപഴകുമ്പോഴേ എൻ്റെ ഫീലിംഗ് എന്താണ്. എന്തെങ്കിലും ഇച്ഛ, കണ്ടീഷൻ, ആഗ്രഹം അടിയിൽ വെച്ചുകൊണ്ടാണോ ഞാൻ ഏതൊരു കാര്യം ആർക്ക് വേണ്ടി, അതോ ഞാൻ ഓരോ കർമ്മങ്ങളും ബാബയുടെ സേവ, ഭഗവത് സേവ എന്ന് പറഞ്ഞിട്ടാണോ ഞാൻ വീട്ടിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും നാട്ടിലാണെങ്കിലും എവിടെ നമ്മൾ ഏതൊരു അസോസിയേഷനിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും ആരോടൊപ്പം ചേർന്ന് എന്ത് ചെയ്യുകയാണെങ്കിലും ബാബയുടെ സേവ, ബാബയുടെ കാര്യം, ബാബയുടെ മക്കൾ, ഇത് രണ്ടും നമ്മുടെ ഫീലിങ്ങുകളാകണം. ബാബയുടെ കാര്യം, ബാബയുടെ മക്കൾ. ആ പ്യുവർ ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ നിന്ന് വരാൻ തുടങ്ങണം. അതാണ് മുഴുവൻ വിശ്വത്തിലെ സർവാത്മാക്കളെ പ്രതിയുള്ള നമ്മുടെ ദൃഷ്ടികോൺ പ്യുവറായതിൻ്റെ ലക്ഷ്യം. അങ്ങനെയെങ്കിൽ നമ്മുടെ സ്വപ്നം പോലും പ്യുവറാക്കാൻ തുടങ്ങും. പിന്നെ ഒരു ഇമ്പ്യൂരിറ്റി സ്വപ്നത്തിൽ പോലും വരില്ല. ചിലർ പറയല്ലോ, ഉറക്കത്തിൽ സ്വപ്നം കണ്ട് പേടിക്കണു. എന്താ കാരണം? എന്താ സ്വപ്നം? ഇംപ്യൂർ തോട്ട്സ് ആണ്.
നമ്മുടെ ഫുൾ ഡേ കാര്യവ്യവഹാരത്തിലുണ്ടായ ഇമ്പ്യൂരിറ്റികളാണ് സപ്രസ് ചെയ്ത് വെച്ചിരിക്കുക. അത് നമ്മുടെ ഉള്ളിൽ പോയി നമ്മുടെ പല ഇച്ഛകളും, പൂർത്തീകരിക്കപ്പെടാത്ത പല ഇച്ഛകൾ പലപ്പോഴായി നമ്മൾ ഇച്ഛിച്ചത്, ആഗ്രഹിച്ചത്. ചിലർ പറയും, അയ്യോ സ്വപ്നം ഇത് കണ്ടു, ഞാനിതൊന്നും വിചാരിച്ചിട്ട് പോലില്ല. ഇന്നല്ല, കാലാകാലങ്ങളുടെ സപ്രസീവ് ഫീലിങ്സുകൾ, അതിനെ പുറത്തേക്ക് കളയാനുള്ള ആത്മാവിൻ്റെ ഒരു പ്രവർത്തനമാണ് സ്വപ്നമായിട്ട് പരിണമിക്കുന്നത്. ശരീരത്തിൽ പല ഇമ്പ്യൂരിറ്റി, ഇപ്പം നമുക്ക് കഫമായിട്ട് ഇമ്പ്യൂരിറ്റി പുറത്ത് വരും, ശരീരത്തിൽ നിന്ന് യൂറിനായിട്ട് അല്ലേ, അതുപോലെ മലമൂത്ര വിസർജനങ്ങളായിട്ട് ബോഡിയിലെ ഇമ്പ്യൂരിറ്റി പല രോഗങ്ങളുടെ രൂപത്തിലും അല്ലേ, പിത്തമായിട്ടും കഫമായിട്ടും ഒക്കെ പുറത്ത് വരുന്നത് പോലെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെ ആത്മാവിലെ ഇമ്പ്യൂരിറ്റിയാണ് പുറത്തേക്ക് വരുന്നത്. ഏതിൻ്റെ രൂപത്തിൽ? സ്വപ്നമായിട്ട്. കാരണം ഈ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന പലപ്പോഴായിട്ട് നമ്മുടെ അടങ്ങാത്ത ഇച്ഛകൾ, അഭിലാഷങ്ങൾ, ആഗ്രഹങ്ങൾ കാലാകാലങ്ങളിലെ, അത് ഇപ്പോഴത്തെ മാത്രമല്ല, പിന്നെയോ പഴയതും ഉണ്ടാവും. സഞ്ചിയിലാക്കി കൊണ്ടുവന്ന് സഞ്ചിത സംസ്കാരത്തിൽ പലതും ഉണ്ടാകും. ഇപ്പം നമുക്കൊന്നും അയ്യോ ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല, വിചാരിച്ചതാണ് എപ്പോഴോ. നമ്മുടെ അടങ്ങാത്ത ആശകളും ഇച്ഛകളും അഭിവാഞ്ചകളും പക്ഷെ എന്തു ചെയ്യും? അത് സപ്രസ് ചെയ്ത് വെക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിലെ നമ്മുടെ ക്രിയേറ്റീവ് എനർജിയെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ആത്മാവിന് എന്ത് ചെയ്യണം? ആ ബ്ലോക്കേജസിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള ആത്മാവിൻ്റെ ഒരു തത്രപ്പാടാ ഈ അശുദ്ധിയെ പുറത്ത് കളയാൻ. അതാണ് സ്വപ്നമായി പരിണമിക്കുന്നത്. അതുകൊണ്ടാണ് ബാബ എന്ത് പറയണ, മക്കളെ ഇന്നും പറഞ്ഞില്ലേ, വ്യർത്ഥത്തിന് ബർത്ത് കൺട്രോൾ ചെയ്യും. പഴയത് ഓൾറെഡി കിടക്കുന്നത് ശരി, അതിനെ ക്ലീൻ ചെയ്യണം നമുക്ക്. അതിൽ നിന്ന് മുക്തമാകാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. റെഗുലറായിട്ട് അപവിത്ര സ്വപ്നങ്ങൾ, വേണ്ടാത്ത സ്വപ്നങ്ങൾ കാണുക, പേടിക്കുക. അർത്ഥം തീർച്ചയായും മുരളി വായിച്ചിട്ടേ ഉറങ്ങാവൂ. ഒരു അവ്യക്തവാണി എടുത്ത് പഠിച്ചിട്ട് ഉറങ്ങും. പഴയ കാലാകാലങ്ങളായി അടിഞ്ഞുകൂടിയിരിക്കുന്ന അശുദ്ധിയെ ക്ലീൻ ചെയ്യാൻ വേറെ മരുന്നൊന്നുമില്ല. ശുദ്ധജലപ്രവാഹത്തിലൂടെ മാത്രമേ അശുദ്ധിയെ ക്ലീൻ ചെയ്യാൻ പറ്റൂ. തീർച്ചയായും മുരളി പഠിക്കണം. അങ്ങനെയുള്ളവർ ഉറങ്ങണതിന് മുമ്പ് പഠിക്കണം. സ്വപ്നത്തിൻ്റെ ക്ലീനിങ്ങിന് വേറെ മാർഗമില്ല. രണ്ടാമത്തെ വിധിയാണ് ബാബ എന്ത് പറഞ്ഞു തന്നിരിക്കണേ? രണ്ടാമത്തെ വിധി എന്താണ്? നമ്മുടെ ഉറക്കം. ഇമ്പ്യൂരിറ്റി രാത്രിയിൽ നമ്മുടെ ഉറക്കം സുഖമാകാനും അശുദ്ധിയിൽ നിന്ന് പുറത്തേക്ക് വരാനും വേണ്ടിയിട്ടുള്ള ബാബയുടെ അടുത്തൊരു യുക്തിയാണ് ബാബ തന്നിരിക്കുന്നത്. നിങ്ങളുടെ ഉറക്കം ഒരു യോഗമാകണം, നിദ്ര യോഗമാകണം. ബാബ ഒരു മുരളിയിൽ പറഞ്ഞു, ബ്രഹ്മ ബാബയുടെയും അമ്മയുടെയും ഉറക്കത്തിൻ്റെ കണക്കിലല്ല വന്നിരിക്കണം. അവർ രണ്ടുപേരുടെയും നിദ്രയെ യോഗത്തിൻ്റെ അക്കൗണ്ടിലാണ് കണക്കാക്കപ്പെട്ടത്. നമ്മളെങ്ങനെയാണോ, ഞാൻ രാവിലെ അമൃതവേളയ്ക്ക് 1 മണിക്കൂർ യോഗം ചെയ്തു, സന്ധ്യ യോഗം 1 മണിക്കൂർ ചെയ്തു, അതേപോലെ ഒരിക്കലും ബാബ പറഞ്ഞത് ബ്രഹ്മ ബാബയുടെയും അമ്മയുടെയും ഉറക്കം ഏതിൽ കാൽക്കുലേറ്റ് ചെയ്യപ്പെടും? ആലോചിച്ച് നോക്കൂ. ഏതിൽ കണക്കാക്കപ്പെടും? അവരുടെ യോഗത്തിൻ്റെ ചാർട്ടിൽ കണക്കാക്കപ്പെടും. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, അവരുടെ യോഗം, അവരുടെ ഉറക്കം പോലും യോഗത്തിൻ്റെ കണക്കിൽ ശിവബാബ കണക്കാക്കണമെങ്കിൽ അവരുടെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി, അതിനെയാണ് ബാബ സദോ പ്രധാന നിദ്ര എന്ന് പറയുന്നത്. അതിനാണ് ബാബ യുക്തി തന്നിരിക്കുന്നത്. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക? മിനിമം 15 മിനിറ്റ് എവിടെയാണോ കിടന്നുറങ്ങണത് അവിടെ ഇരുന്നുകൊണ്ട് 15 മിനിറ്റ് മിനിമം മെഡിറ്റേഷൻ ചെയ്യണം. അറിയാം നമുക്ക്, പക്ഷെ ഞാൻ ചെയ്യാറുണ്ടോ? എല്ലാം ഇപ്പം നമ്മൾ പണ്ഡിറ്റുകളായി, ബ്രഹ്മകുമാരനായി ബ്രഹ്മകുമാരിയായി. അർത്ഥം എന്താ? ഇപ്പോൾ 1 മാസമാണ് കോഴ്സ് എല്ലാവർക്കും ഇപ്പം കിട്ടണത്. ആദ്യത്തെ 30 ദിവസം കൊണ്ട് തന്നെ ബാബ എല്ലാവരെയും പണ്ഡിറ്റാക്കി മാറ്റിക്കഴിഞ്ഞു. നോളജ് ഫുള്ളാണ് എല്ലാവരും, അറിവിനൊന്നും ഒരു കുറവുമില്ല. പക്ഷെ ഞാൻ ചെയ്യുന്നുണ്ടോ?
അത് പുതിയ കുട്ടികളാകുമ്പോൾ ചിലപ്പോൾ ഒരു വർഷം നമ്മൾ ആ ലഹരിയിലെല്ലാം ബാബ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് ചെയ്യും. 2ാമത്തെ വർഷത്തിലും എൻ്റെ ലഹരി കൂടുന്നുണ്ടോ, 3ാമത്തെ വർഷത്തിൽ, അല്ലാതെ സീനിയറായി അർത്ഥം എനിക്ക് അമൃത് വേളയിൽ ലൂസാകലല്ല. അമൃത് വേളയിൽ ഓരോ ദിവസം കഴിയുന്തോറും ഞാൻ കൂടുതൽ അലർട്ടാകുക എന്നുള്ളതാണ്. എൻ്റെ സന്ധ്യായോഗത്തിൻ്റെ മെഡിറ്റേഷൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക, അതാണ് എൻ്റെ സീനിയോറിറ്റി. രാത്രി ബാബയ്ക്ക് കത്തെഴുതുക, ബാബയ്ക്ക് ചാർട്ട് സമർപ്പിക്കുക, ഉറങ്ങണതിന് മുമ്പ് മെഡിറ്റേഷൻ ചെയ്യുക. അത് ഞാൻ സീനിയർ ആയതുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ അല്ല, എൻ്റെ കൂടെ ബാബ തന്നെയല്ലേ, എനിക്ക് സദാ ബാബയുടെ ഓർമ്മയല്ലേ, പ്രത്യേകിച്ച് ഇനി എന്തിനാ ഓർമ്മിക്കണേ? ഇതെല്ലാം നമ്മുടെ ആലസ്യമാണ്, അശ്രദ്ധയാണ്, ഇതെല്ലാം നമ്മുടെ മായയാണ്. 25 50 വർഷം കഴിഞ്ഞാൽ സിസ്റ്റർ കണ്ടിട്ടുണ്ട്, ഗുൽസാർ ദാദിയുടെ കൂടെ ഡ്രാമയിൽ സൗഭാഗ്യം പോലെ ഒരു മാസം താമസിക്കാൻ അവസരം കിട്ടിയപ്പോൾ ദാദി സ്വയം ഇരുന്ന് അത്ഭുതം തോന്നും നമുക്ക്. സ്വയം ദാദി ഡയറിയിലെ മുരളി പോയിന്റുകൾ ഇരുന്ന് എഴുതുന്നത് കണ്ടിട്ടുണ്ട് സിസ്റ്റർ. ആര്? ഭഗവാന്റെ രഥം. എപ്പോ? ഈ 85 വർഷവും അവർ ബാബയുടെ മുരളി, ഈ ഓരോ മുരളി അവർ എത്ര തവണ റിവിഷൻ ചെയ്തതാണ്. എന്നിട്ടും നമ്മുടെ ദാദിമാരിന്നും അവരുടെ സ്റ്റുഡൻറ് ലൈഫിൽ നിന്ന് അവർ ഒരു അല്പം പോലും വ്യതിചലിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവർ ദാദിമാരായത്. അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസം കഴിയും തോറും, അല്ലാതെ ഇങ്ങനെ വിചാരിക്കുക ഞാൻ 10 വർഷമായില്ലേ 15 വർഷമായില്ലേ എനിക്കെല്ലാം അറിയാം, ബാബ ഇതല്ലേ പറയണേ, എനിക്ക് ഓർമ്മയല്ലാതെ വേറെ എന്തല്ലേ. ഇതൊന്നും നമ്മൾ പറഞ്ഞ് ലൂസാവരുത്, ഇതൊന്നും നമ്മൾ മിടുക്കാണെന്ന് വിചാരിക്കരുത്. ഓർമ്മയല്ലാതെ എനിക്ക് വേറെ എന്താ ഉള്ളത്? എന്താ ഉള്ളതെന്ന് എനിക്കേ അറിയുള്ളൂ, വേറെ ആർക്കും അറിയണേ? ഇവിടെ തുറന്നു നോക്കാൻ എനിക്ക് മാത്രമേ കഴിയൂ. എൻ്റെ ഫീലിങ്സുകളെ ഞാനാണ് ചെക്ക് ചെയ്യേണ്ടത്. വായികൊണ്ട് ഇപ്പം നമുക്ക് ഒന്ന് പറയാം, വേറൊന്ന് വേണമെങ്കിൽ തിരുത്തി പറയാം, അകത്തൊന്ന് വയ്ക്കാം, പുറത്ത് വേറൊന്ന് പറയാം. പക്ഷേ നമ്മൾ നമ്മളോടാണ് നീതി പാലിക്കേണ്ടത്. ഞാൻ പറയുന്നത്, ചെയ്യുന്നത്, എൻ്റെ ഫീലിങ്സുകൾ, ഇതിലെല്ലാം എത്രത്തോളം പ്യൂരിറ്റി ഉണ്ട്. ആ പ്യൂരിറ്റിയാണ് ഞാൻ എന്നോട്, ആ പ്യൂരിറ്റി നിലനിർത്തുമ്പോഴേ പ്യൂരിറ്റി ഇൻ റിലേഷൻഷിപ്പ്, ആത്മാക്കളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലും പ്യൂരിറ്റി ഉണ്ടാകുള്ളൂ. ഈ പ്യൂരിറ്റിയെ എനിക്ക് പരമാത്മാവിലേക്കും എന്നെ കണക്ട് ചെയ്യാൻ സഹായിക്കുള്ളൂ. എല്ലാ അർത്ഥത്തിലും ആ പ്യൂരിറ്റി നമ്മളിൽ ഉണ്ടാകണം. അതുകൊണ്ട് പവിത്രതയുടെ വിഷയത്തിൽ നമ്മളിപ്പോൾ ചെക്ക് ചെയ്യേണ്ടത് ഏതിലാണ്? നമ്മുടെ ഭാവം, ഭാവനകളിൽ, ചിത്തത്തിലും വൃത്തിയിൽ, അകത്ത നോക്കേണ്ട. പുറമേ പ്യൂരിറ്റി എല്ലാം ഇപ്പം നമ്മൾ ചെയ്യും. ബാബയുടെ മക്കളായി കഴിയുമ്പോൾ പുറമേ പ്യൂരിറ്റിയുടെ വിഷയത്തിൽ നമ്മൾ ലൂസാകില്ല. ബാബ നമ്മളെ ബാഹ്യമായ എല്ലാ പ്യൂരിറ്റിയും, ശരീരത്തിൻ്റെയും അല്ലേ, മനസ്സിൻ്റെ ചിന്തകളുടെ പ്യൂരിറ്റിയും, ഇതെല്ലാം നമ്മൾ മിക്കവാറും എല്ലാം ചെയ്യാൻ, അന്നശുദ്ധിയും എല്ലാം, വസ്ത്രശുദ്ധിയും എല്ലാം നമ്മൾ പാലിക്കണം. ഒരിക്കലും വിശ്വരത്തൻ ദാദാജിയോട് എന്താ പുരുഷാർത്ഥം ചെയ്യുന്നതെന്ന് ജാനകി ദാദി ചോദിച്ചു. അപ്പോൾ ദാദാജി പറഞ്ഞത്, ഞാനിപ്പോഴിതാണ് എൻ്റെ പുരുഷാർത്ഥമൊക്കെ ആയിട്ട് ഫുള്ള് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒറ്റ പോയിൻ്റാണ് പുരുഷാർത്ഥം ചെയ്യണേ. എന്നെ പ്രതി ആർക്കും ഒരു വ്യർത്ഥ സങ്കല്പം ഉണ്ടാവരുത്. അതാണ് എൻ്റെ പുരുഷാർത്ഥം. എന്നെ പ്രതി ആരുടെ ഉള്ളിലും ഒരു വ്യർത്ഥ സങ്കല്പം ഉണ്ടാവരുത്. അതാണ് പ്യൂരിറ്റി. ആരെങ്കിലും ഒരു സാധനം എടുത്ത് ഇവിടെ വെച്ചത് ഞാനെടുത്ത് ഇങ്ങോട്ട് മാറ്റി വെച്ച, അയ്യോ ആ വെച്ച സാധനം എവിടെ വെച്ചു എന്ന് ഇനിയൊരു ആത്മാവ് ചിന്തിക്കുന്നുവെങ്കിൽ അതെന്നെ ബാധിക്കും. ഞാൻ പറയാതെ എവിടേക്കെങ്കിലും അയ്യോ ആളെ കാണാനില്ലല്ലോ എങ്ങോട്ട് പോയി എന്നെക്കുറിച്ച് ഒരാൾ ചിന്തിക്കേണ്ടി വരികയാണ്, എന്നെ തേടേണ്ടി വരികയാണെങ്കിൽ ദാദാജി പറഞ്ഞേ അവർക്ക് വ്യർത്ഥ സങ്കല്പം ഞാൻ കൊടുത്തു. എന്നെ ഏൽപ്പിച്ച കാര്യം എന്നെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടി എൻ്റെ പിന്നാലെ നടക്കേണ്ടി വരികയാണ്. ഞാൻ സങ്കല്പം കൊടുത്തു മറ്റുള്ളവർക്ക്. എന്നെ വിശ്വസിച്ചിട്ടാണ് ഏൽപ്പിച്ചത്, ഞാൻ ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ഏൽപ്പിച്ചത്. എന്നിട്ടും എനിക്ക് എൻ്റെ പിന്നാലെ നടത്തുകയാണ് ഞാൻ.
ഇതെല്ലാം വ്യർത്ഥ സങ്കല്പം. ബാബ അതുകൊണ്ടാണ് ഇന്ന് പറഞ്ഞ് വ്യർത്ഥത്തിന് കൺട്രോള്. നമുക്ക് ഇരിക്കുമ്പോൾ യോഗം കിട്ടണമെങ്കിൽ പോലും നമ്മൾ ഇരുന്നിക്കുന്നു. നമ്മൾ യോഗത്തിൽ ചില ആത്മാക്കൾക്ക് യോഗത്തിനിരുന്ന യോഗം കിട്ടില്ല. യോഗത്തിലും ഫുൾ ഉറങ്ങും, മെഡിറ്റേഷനിലും ഫുൾ ഉറങ്ങും. ഫുൾ ഒരു നിമിഷം പോലും. ബാക്കി ഉറക്കം വരുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതുപോലെ ദേഷ്യമാണ്. ഞാനൊന്നും ഉറങ്ങിയിട്ടില്ല. ആര് പറഞ്ഞു ഉറങ്ങിയെന്ന്? ഞാനൊക്കെ യോഗം ചെയ്യായിരുന്നു. അതുപോലെ നമുക്കിഷ്ടമല്ല. സത്യമാണ് പറയണത്, അതിനെപ്പോലെ അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റണില്ല. കാരണം എന്താ? നമ്മുടെ ഈഗോ അത്ര മുന്നിൽ നിൽക്കുക. എൻ്റെ തെറ്റിനെ ചൂണ്ടിക്കാണിച്ചു തന്നാൽ പറയുന്ന ആൾ കുറ്റം പറയാനല്ല പറയണേ, അലർട്ടായിട്ടിരുന്ന് സമ്പാദിച്ചോട്ടെ. അവർക്ക് എന്താ ഇപ്പം പറയുന്ന ആൾക്ക്? സംഗം യുഗമാണ് ഈ ആത്മാവിൻ്റെ. എന്തായാലും ഈ ആത്മാവ് ഇരിക്കുന്നു യോഗത്തിന്. ഈ ആത്മാവിൻ്റെ സമ്പാദ്യം ഉണ്ടാക്കട്ടെ എന്നുള്ളതാണ്. ആ ശുഭഭാവനയാണ് പറയിപ്പിക്കാൻ കാരണമാകണേ. പക്ഷെ പല പ്രാവശ്യം നമ്മൾ തിരിച്ച് റിജക്റ്റ് ചെയ്തിട്ട് ഞാനങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ പറയുന്നവർ കുറച്ച് കഴിയുമ്പോൾ പറച്ചിൽ നിർത്തും. നമുക്ക് ഭഗവാനിലേക്ക് ബുദ്ധിയോഗം കൊണ്ടുപോകാൻ കഴിയുന്നില്ലെങ്കിൽ ബാബ പറഞ്ഞു ഇതൊരു ഇമ്പ്യൂരിറ്റിയാണ്. അനേക ആത്മാക്കൾക്ക് നമ്മൾ ചിന്ത കൊടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ സങ്കല്പങ്ങൾ കൊണ്ട് ബാബയുടെ അടുത്തേക്ക് പോകാൻ പറ്റാത്തത്. ഇതെല്ലാം ഒരു കാരണമാണ്. 2 തരത്തിലുള്ള ഇമ്പ്യൂരിറ്റി ഉണ്ട്. ഒന്ന് അറ്റാച്ച്മെൻറ്റിൻ്റെ ഇമ്പ്യൂരിറ്റി ഉണ്ട്, മറ്റൊന്ന് വെറുപ്പിൻ്റെ ഇമ്പ്യൂരിറ്റി ഉണ്ട്. 2 തരത്തിലുള്ള ഇമ്പ്യൂരിറ്റി നമ്മളെ ബാധിക്കും. ഏതെല്ലാം ആത്മാക്കളിലും വസ്തുക്കളിലും സ്ഥാനമാനങ്ങളിലുമുള്ള നമ്മുടെ ഒട്ടല്ലേ, അതും അശുദ്ധിയാണ്. നമുക്കതൊന്ന് വേറിടാൻ പറ്റണില്ല. എപ്പോഴും എനിക്ക് പേര്, പ്രശസ്തി, സ്ഥാനം, മാനം, സൂക്ഷ്മത്തിൽ കിടക്കുക ഇച്ഛ അല്ലേ. അവരുടെ സ്നേഹം, മോൻ സ്നേഹിച്ചിരുന്നെങ്കിൽ മോള് സ്നേഹിക്കുന്നില്ല, എന്നാലും മാസത്തിൽ ഒന്നെങ്കിലും ഒന്ന് വിളിക്കണ്ടേ. എൻ്റെ ഇച്ഛ. എനിക്ക് അങ്ങോട്ട് വിളിച്ചൂടെ? ഇനി ശരി, എനിക്ക് അങ്ങോട്ട് വിളിക്കാൻ പറ്റില്ല, എൻ്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ വിടാമല്ലോ. ശരി, അവർ സുഖമായിട്ടിരിക്കട്ടെ എവിടെയാണെങ്കിലും. ഇനി വിളിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ പരാതി എന്താ വിളിച്ച? നീ എന്താ ഇത്രയും കാലം വിളിക്കാതെ ഇപ്പം വിളിക്കണേ? കഴിഞ്ഞു. അവിടുന്ന് തുടങ്ങി റിജക്ഷൻ. ശരി, എന്നാ ഞാൻ വെച്ചേക്കാം. നമ്മുടെ ഓരോ വാക്കുകളും എന്താ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക? കാരണം നമ്മുടെ ഉള്ളിലെ ഇച്ഛയാണ് എന്നെ വിളിക്കണം. ശരി, വിളിച്ചില്ലെങ്കിലും നല്ലത്, വിളിച്ചാലും നല്ലത്, എല്ലാം നല്ലത്. ഇനി അവരുടെ ഓർമ്മ നമുക്ക് വന്നു, ഇനി ഒരു സങ്കല്പ ഓർമ്മ വന്നു എന്നിരിക്കട്ടെ സിസ്റ്റർ. പിന്നെ നമുക്ക് ഓർമ്മ വരില്ല, നമ്മുടെ മക്കളല്ലേ. ശരിയാണ്, ഓർമ്മ വന്നാൽ ബാബ എന്താ പറഞ്ഞിരിക്കണേ? അവർക്ക് വേണ്ടി ഒരു ശുഭസങ്കല്പം. ബാബ എവിടെയാണെങ്കിലും ബാബയുടെ കുട്ടി സുഖമായിട്ടിരിക്കട്ടെ. നമുക്ക് ഈ ഫോൺ വിളിക്കണം എന്നില്ല എന്ന് ബാബ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഫോൺ ഉപയോഗിച്ച് വിളിക്കാം. എവിടെയാണെങ്കിലും ആത്മാ സുഖമായിട്ടിരിക്കട്ടെ. ആ ഫോൺ സന്ദേശം അവിടെ എത്തും. ഈ സന്ദേശം ഫാസ്റ്റാണ്, ഒരു ചിലവുമില്ല. അതുകൊണ്ട് ഈ ഫോൺ ഉപയോഗിക്കാൻ നമ്മൾ തുടങ്ങാം. ഇതിനെ കൂടുതൽ ഉപയോഗിക്കുക. അപ്പം മറ്റേതിൻ്റെയൊക്കെ ഉപയോഗം കുറയും. ഇത് ഉപയോഗിക്കുന്നില്ലയോ അവർക്കാണ് മറ്റേതിൽ കെട്ടപ്പെടുന്നത്. പക്ഷെ ഇത് ഉപയോഗിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ബാബ പറയില്ലേ, മനസ്സും ബുദ്ധിയും ക്ലിയർ ആയിരിക്കണം. അവർക്കേ ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ബാബ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് 15 മിനിറ്റ് മിനിമം ബെഡിലിരുന്ന് മെഡിറ്റേഷൻ. പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് ബാബയ്ക്ക് എല്ലാ കാര്യവും അന്നത്തെ ദിവസത്തെ എല്ലാം ഒന്നുകിൽ ബാബയ്ക്ക് എഴുതി വയ്ക്കുക, അല്ലെങ്കിൽ എഴുതാൻ അറിയില്ലെങ്കിൽ ബാബയോട് പറയുക, സറണ്ടർ, ശരണം. അപ്പം വേറെ ആരോടും പറയണം നമുക്ക് തോന്നുന്നില്ല. ആരുടെയും ടൈം നമ്മൾ വേസ്റ്റ് ചെയ്യരുത്. വെറുതെ പോയി ഹസ്ബൻഡിൻ്റെ കാതിലും അമ്മയുടെ കാതിലും എന്തിനാ നമ്മൾ മറ്റുള്ളവരുടെ തലയ്ക്ക് ഭാരം കൊടുക്കണേ? ആവശ്യമായ ഒരു കാര്യമാണെങ്കിൽ ഷെയർ ചെയ്യാം. വെറുതെ നമ്മുടെ ബാഡ് ഫീലിങ്സുകൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആരുടെയും ടൈം വേസ്റ്റ് ചെയ്യരുത്. അത് നമ്മളങ്ങ് കൊടുക്കേണ്ടടുത്ത് കൊടുത്താൽ പോരെ.
എന്തിനാ പാവം അവരുടെയും കൂടെ തലകേട് വരുത്തണേ? നല്ലത് ഷെയർ ചെയ്തോളൂ. ഒരു കുടുംബകാര്യമാണ്, അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാനുള്ള കാര്യമാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് ചെയ്യൂ. പക്ഷെ നമ്മൾ നമ്മുടെ പേഴ്സണൽ ഫീലിങ്ങുകൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആത്മാക്കളുടെ സമയം, എനർജി വേസ്റ്റ് ചെയ്യരുത്. നമ്മുടെ പേഴ്സണൽ ഫീലിങ്ങുകളെല്ലാം ഷെയർ ചെയ്യാനുള്ള ഒരാളാണ് ആര്? ബാബ. കാരണം ബാബയുടെ അടുത്ത് നിന്ന് അത് പുറത്തേക്ക് ഒഴുകില്ല. ബാക്കി ഏതൊരാളുടെ അടുത്ത് നമ്മൾ ഷെയർ ചെയ്താലും അവർക്ക് നമ്മൾ പ്രിയപ്പെട്ട ആളായതുപോലെ അവർക്ക് വേറൊരാൾ പ്രിയപ്പെട്ടതുണ്ടാവും. നമ്മൾ പറഞ്ഞത് ഒരിക്കലും അവരുടെ ഹൃദയത്തിലിരിക്കില്ല. അവരുടെ ഹൃദയം നിറഞ്ഞു തുളുമ്പുമ്പോൾ അത് അവർ കൊണ്ടുപോയി അടുത്ത ആളോട് തീർച്ചയായും ഷെയർ ചെയ്യും. ഇനി അയാൾക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, അയാൾ പോയിട്ട് എന്ത് ചെയ്യും? ആ ആളോട് ഷെയർ ചെയ്യും. ആ ആൾക്ക് പിന്നെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, ആ ആൾ അയാൾക്ക് ഭാര്യ ഇറക്കി വയ്ക്കാൻ ഒരു സ്ഥലം ഉണ്ടല്ലോ അവിടെ. അങ്ങനെ ഇറക്കി വെച്ച് ബാബ എന്താ പറയണേ? നിങ്ങളുടെ ഭാരം മുഴുവൻ വിശ്വത്തിൽ ഭാരമായിക്കൊണ്ടിരിക്കുക, നിങ്ങളുടെ ബാഡ് ഫീലിങ്സ് മുഴുവൻ വിശ്വത്തിൽ പരന്നുകൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മൾ ഇറക്കി വെച്ച് ഇതൊന്നും ആയിരിക്കില്ല, മുഴുവൻ ലോകം ചുറ്റിക്കറങ്ങിയിട്ട് നമ്മുടെ അടുത്ത് എത്തുമ്പോഴേക്കും അവസാനം ആ ഭാരമെല്ലാം കൂടെ നമ്മുടെ അടുത്ത് എത്തും. എത്ര പേർക്ക് സങ്കല്പം വരും നമ്മളെക്കുറിച്ച്, അയ്യോ പാവം, എന്നാലും ഇവർക്കിങ്ങനെ, പാവം ഇവർക്കിങ്ങനെ. എത്ര പേരുടെ പാവം 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 പറയും മാത്രമേ എല്ലാവർക്കും പറ്റുള്ളൂ. ഇത്രയും പേരുടെ സഹതാപം, ഒരാളുടെ സഹതാപം പിടിച്ചു പറ്റണം എന്നുള്ള സങ്കല്പം വരരുത്. ഇമ്പ്യൂരിറ്റിയാണ് അത്. പണ്ട് നമ്മൾ വിചാരിച്ചു, അതെ എനിക്ക് വിഷമാട്ടോ, അങ്ങനെയൊന്നും പറയരുത്. അപ്പോഴേക്കും നമ്മൾ വിചാരിക്കണ, ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിഷമാണെന്ന് പറഞ്ഞാൽ അവർക്ക് എന്നോട് സഹതാപം തോന്നും. ഒരു വലിയ കാര്യം ചെയ്യണ രീതിയായിരുന്നു നമുക്ക്. നമ്മളോട് അവർക്ക് സ്നേഹം തോന്നുമല്ലോ. അല്ല, എനിക്ക് കരച്ചിൽ വരും കേട്ടോ. ഇപ്പോഴെല്ലാം നമ്മൾ മനസ്സിലാക്കി ഇതൊക്കെ നമ്മുടെ കഴിവുകേടുകളാണെന്ന്. എത്ര പേരുടെ സഹതാപം പിടിച്ചു പറ്റാൻ നമ്മൾ അറ്റൻഷൻ പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്നു, സഹതാപം പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്നു, സ്നേഹം പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്നു. ബാബ പറയുന്നത് ഇതെല്ലാം യാചക അവസ്ഥയാണ്, ഇതെല്ലാം ഇമ്പ്യൂരിറ്റിയാണ്, കടവുമാണ്. ഏതാത്മാക്കളിൽ നിന്ന് സഹതാപം പിടിച്ചു പറ്റുന്നോ, സ്നേഹം പിടിച്ചു പറ്റണോ, എന്തൊക്കെ നമ്മൾ യാചിക്കുന്നോ, ഇത് നമുക്ക് ആ ആത്മാവിന് ഇന്നല്ലെങ്കിൽ നാളെ യാത്രയിൽ കൊടുക്കേണ്ടി വരും. തിരിച്ച് കടമാണെല്ലാം. ആത്മാവിൽ നിന്നെടുത്ത കടമാണ്, പരമാത്മാവിൽ നിന്നെടുത്താൽ മാത്രമേ ഉള്ളൂ ന്യൂട്രൽ. അതിന് മാത്രമല്ല, ബാബയിൽ നിന്നെടുത്താൽ നമുക്ക് കൊടുക്കാനും പറ്റും. നമ്മൾ ആരായിരിക്കണം? പ്യൂരിറ്റി എന്ന് പറയുന്നത് അതാണ്. ബാബയിൽ നിന്നെടുക്കുക, അൺകണ്ടീഷണലായിട്ട് സ്നേഹവും സഹയോഗവും ആത്മാക്കൾക്ക് കൊടുത്തുകൊണ്ട് പോകാൻ നമുക്ക് കഴിയുക. അതാണ് ബ്രാഹ്മൺ ലൈഫിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതാണ് ഇന്ന് ബാബ പറഞ്ഞ് 95% നിങ്ങൾ കൊടുത്തുകൊണ്ട് പോകൂ, നിങ്ങൾക്ക് അവരുടെ അടുത്ത് നിന്ന് കിട്ടുകയും ചെയ്യും. ചിലപ്പോൾ എന്നാ ചോദിക്കും, നമ്മളെല്ലാം കൊടുത്താലും ഒരു 5% ബാബ എന്ന് പറഞ്ഞില്ലേ, 5% ആത്മാക്കൾ ഒരു പക്ഷേ നിങ്ങളെ റിജക്റ്റ് ചെയ്യുന്നവരിപ്പോഴും ഉണ്ടാവും. ബാബ എന്താ പറഞ്ഞ സാരല്ലേ, ആ 5% ലാസ്റ്റിൽ എന്തായിക്കോളും, അവരും കൂടി ലാസ്റ്റിൽ ശരിയായിക്കോളും. പക്ഷെ അവരെ പ്രതിയും നമ്മൾ അശുഭം ചിന്തിച്ച് വെക്കണ്ട. അവരെ പ്രതിയും ബാബ എന്താ പറഞ്ഞാൽ, നിങ്ങൾ ശുഭം ചിന്തിക്കൂ, അവരുടെ കൂടെയുള്ള കർമ്മക്കണക്കുകളും കൂടി മാറും. ആ ലെവലിലൊരു പ്യൂരിറ്റി നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരണം. നമ്മുടെ ഫീലിങ്സുകളെ പ്യൂറാക്കണം, ഇച്ഛകളെ പ്യൂറാക്കണം. അതുകൊണ്ട് നമ്മുടെ പ്യുവർ ഇച്ഛ എന്തായിരിക്കണം? കൊടുക്കണം, കൊടുക്കണം. പ്യൂരിറ്റി പറഞ്ഞാൽ അതാണ്. പ്യൂരിറ്റി ഇൻ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എനിക്കെന്ത് കൊടുക്കാൻ പറ്റും എല്ലാവർക്കും. രാവിലെ മുതൽ അതായിരിക്കണം സങ്കല്പം. നമ്മൾ രാവിലെ യോഗം കഴിഞ്ഞ് ബാബയുടെ മുരളിയും കേട്ടിട്ട് കർമ്മക്ഷേത്രത്തിലെ കാര്യവ്യവഹാരത്തിന് തുടങ്ങിക്കഴിഞ്ഞ് എനിക്ക് ഓരോ ആത്മാവിനും എന്താ കൊടുക്കാൻ പറ്റുക, എന്താ എനിക്ക് ചെയ്യാൻ പറ്റുക, അല്ലാതെ എനിക്കെന്ത് കിട്ടും എന്നല്ല, എനിക്കെന്ത് കൊടുക്കാൻ പറ്റും. അതാണ് പ്യൂരിറ്റി. എനിക്കെന്ത് കിട്ടും, എനിക്കെന്ത് ലാഭം, അല്ലെങ്കിൽ എനിക്ക് കിട്ടും, അതൊരു ഇമ്പ്യൂരിറ്റിയാണ്. നമ്മുടെ ലക്ഷ്യം നമ്മൾ ബാബയുടെ മക്കളുടെ എന്തായിരിക്കണം? നമ്മുടെ സ്വപ്നം പോലും പ്യുവറാക്കണം. ബാബ അതാണ് പറഞ്ഞത്. പ്യൂരിറ്റി പറഞ്ഞ സ്വപ്നം പോലും. ഒരു അശുദ്ധ സ്വപ്നം, പേടിക്കുന്ന സ്വപ്നം, വിഷമിക്കുന്ന സ്വപ്നം,
അല്ലേ, അസ്വസ്ഥപ്പെടുത്തുന്ന സ്വപ്നം പോലും നിങ്ങൾ കാണില്ല പ്യൂരിറ്റി വന്നു കഴിഞ്ഞാൽ. അപവിത്രതയാണ് സ്വപ്നം കണ്ടുകൊണ്ട് പോലും നമ്മളെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ഉറക്കം, പ്രത്യേകിച്ച് നമ്മൾ ഉറങ്ങണത്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഫസ്റ്റ് ക്ലാസ് മെഡിറ്റേഷനോട് കൂടി വേണം ഉറങ്ങാൻ. നമ്മളും അലക്ഷ്യം വയ്ക്കണം. എൻ്റെ ഉറക്കത്തിൻ്റെ കണക്കിൽ വരാതെ അത് യോഗമാകണം. അതിനാണ് ബാബ എന്ത് പറഞ്ഞേ, 15 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യൂ. ആ മെഡിറ്റേഷനിലെ സങ്കല്പം എന്തായിരിക്കണം? ബാബയിൽ നിന്ന് ബാബയുടെ കിരണങ്ങൾ ഇരുന്ന് കിടക്കയിലെ മെഡിറ്റേഷന് ശേഷം, കിടക്കുന്നതിന് ശേഷവും ആ കിടന്ന കിടപ്പിൽ ബാബയോട് സംസാരിച്ച് ബാബയുടെ കിരണങ്ങൾ ഇങ്ങനെ നമ്മളിലേക്ക് വരുന്നത്, ആത്മാവിൽ വരുന്നത്, ശരീരത്തിന് ചുറ്റും, കട്ടിലിന് ചുറ്റും, മുറിക്ക് ചുറ്റും, നമ്മുടെ വീടിന് ചുറ്റും, നാടിന് ചുറ്റും ബാബയുടെ കിരണങ്ങൾ കൊണ്ടൊരു കോട്ടയുണ്ടാക്കിയിട്ട് ആ കോട്ടയ്ക്കുള്ളിൽ ഞാൻ ഉറങ്ങണം. പുരംധാമത്തിൽ ബാബയോടൊപ്പം. ശരീരമാകുന്ന വസ്ത്രമൊക്കെ ഇവിടെ വിട്ടിട്ട്, എങ്ങനെയാണോ ഒരു വണ്ടി പാർക്കിങ്ങിൽ കൊണ്ടുപോയിട്ടിട്ട് ഡ്രൈവർ റെസ്റ്റ് എടുക്കാൻ വീട്ടിലേക്ക് പോകണം, ആ ചിത്രമായിരിക്കണം രാത്രി നമുക്ക്. ഈ വണ്ടിയെ കട്ടിലിട്ടേക്കുക, റെസ്റ്റിൽ പാർക്കിങ്ങിലിടുക. അതിനുശേഷം ആത്മാവായ ഞാൻ അല്ലെ ബാബയുടെ അടുത്തേക്ക് പോകുക, ബാബ്ദാദയുടെ അടുത്തേക്ക്, ബാബയുടെ അടുത്തേക്ക്. അങ്ങനെ ബാബയോട് സംസാരിച്ച് നമ്മൾ ഉറങ്ങിപ്പോണം. അപ്പോൾ നമ്മുടെ ഉറക്കവും എന്താകും? ക്ലീനാകും. രാവിലെ ഉണരുമ്പോൾ നാച്ചുറലി ബാബയുടെ ഓർമ്മയിലാണ് ഉറങ്ങിയതെങ്കിൽ രാവിലെ എന്തായാലും കണ്ണ് തുറക്കുമ്പോൾ വേറൊരു സങ്കല്പം വരില്ല. രാത്രി എന്താണോ ലാസ്റ്റിൽ ബാബയോട് സംസാരിച്ചുകൊണ്ട് കിടന്നത് അത് തന്നെയാണ് ഓർമ്മ വരുള്ളൂ രാവിലെ കണ്ണ് തുറക്കും. ഇതൊക്കെ നമ്മൾ കേട്ട് വയ്ക്കാനുള്ള കാര്യമൊന്നുമല്ല. ഇപ്പം നമ്മൾ ഈ 30 ദിവസത്തെ സായം സന്ധ്യ മെഡിറ്റേഷനോടൊപ്പം നമ്മളൊന്നും ക്ലാസ്സൊന്നും കേൾക്കുകയല്ല. സിസ്റ്റർ പുതിയ കാര്യമൊന്നും നിങ്ങളോടൊന്നും പറയണില്ല. ഒന്നും പറയാൻ നമ്മുടെ ആരുടെയെങ്കിലും ഒന്നും ഇല്ലേ താനും. എല്ലാം ബാബ തരുന്നുണ്ട് മുരളിയിൽ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ചെയ്യുന്ന കുട്ടികളായിട്ട് മാറണം. ഇത് നമുക്കൊരു ചാൻസാണ്. ഒരുമിച്ചിരുന്ന് നമുക്ക് നമ്മളെ ഒന്ന് ചെക്ക് ചെയ്യാനും ചേഞ്ച് ചെയ്യാനുമുള്ള അവസരമാണ്. ബാക്കി എന്ത് ചെയ്യണം എന്നുള്ളത് പ്രഭാതത്തിൽ ബാബ മുരളിയിൽ തരുന്നുണ്ട്. അപ്പം നമുക്ക് യോഗം ചെയ്യാം. ഒപ്പം ബാബയുടെ മക്കളായ നമുക്കെല്ലാവർക്കും നമ്മുടെ പ്യൂരിറ്റിയുടെ ലെവല് സൂക്ഷ്മത്തിൽ ഓരോ ദിവസവും നമ്മുടെ ഓരോ വിചാരങ്ങൾക്കൊപ്പം, ഇതിന് ചെക്കിങ്ങിനൊന്നും നമ്മൾ പ്രത്യേകിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പ്യൂരിറ്റി ഉണ്ടാക്കാനുള്ള പുരുഷാർത്ഥം എന്താണ്? നമ്മൾ നമ്മുടെ ഫുൾ ഡേ ജീവിതത്തിനോടൊപ്പം ഓരോ ഫീലിങ്ങുകൾ നമ്മുടെ ഉള്ളിൽ വരുമ്പോഴും നമ്മൾ നോക്കിയാൽ മതി. നമ്മുടെ ഭാവം, നമ്മുടെ ഭാവന അല്ലേ, അതിൽ അറ്റൻഷൻ വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മളെ ക്ലീൻ ചെയ്യാൻ പറ്റും. ഓരോ അവസരത്തിലും നോക്കണം, ഓരോരുത്തരുടെ അടുത്ത് ആ ഓരോ ഇടപാടുകളും പ്യുവറാണോ,